എല്ലാവർക്കും നമസ്കാരം. വളരെ സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ IMC ബിസിനസ് വളരെ സ്പീഡിൽ ചെയ്യാം, എത്ര പെട്ടെന്ന് അത് അച്ചീവ്മെന്റിലേക്ക് കൊണ്ടുവരാം, എസ്പെഷ്യലി ഒരു 12 ആഴ്ച കൊണ്ട്, അല്ലെങ്കിൽ 3 മാസം കൊണ്ട്, അല്ലെങ്കിൽ 90 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് വളരെ പെട്ടെന്ന് ഒരു അച്ചീവ്മെന്റിലേക്ക് വരാൻ കഴിയുന്നത്. അതിനെ നമുക്കൊരു മിഷൻ 90 എന്ന് വേണമെങ്കിൽ വിളിക്കാം. 12 ആഴ്ച കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ആ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചില വീഡിയോസ് കണ്ടിട്ട് നമ്മൾ അതിനെ അപഗ്രഥിക്കാം. കൂടാതെ IMC മാർക്കറ്റിംഗ് പ്ലാനുമായി ബന്ധപ്പെട്ട സവിശേഷമായിട്ടുള്ള ചില കാര്യങ്ങളും അതിനെ എങ്ങനെ മിഷൻ 90യുമായിട്ട് കൂട്ടിക്കെട്ടിക്കൊണ്ട് 90 ദിവസത്തെ ഒരു പ്രോഗ്രാമായിട്ട് കൂട്ടിക്കെട്ടിക്കൊണ്ട് എങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം എന്നും അതിന്റെ ഇമ്പോർട്ടൻസ്, ഫാസ്റ്റായി ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസും ഒക്കെയാണ് എന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോസ്, ചിലപ്പോൾ കൂടുതൽ വീഡിയോസ് കാണിക്കാൻ ഞാൻ ശ്രമിക്കാം. കൂടാതെ ചില കാര്യങ്ങൾ, വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ, ഞാനത് ഓൾറെഡി നിങ്ങളുമായിട്ട് വാട്സപ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾ ധരിച്ചിരിക്കണം. ഒരു വസ്തുത എന്താണെന്നുള്ളത് ധരിച്ചിരിക്കണം. ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നിരവധി MLM കമ്പനികൾ, ധാരാളം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇന്ത്യയുടെ ഒരു 143 കോടി ജനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല കമ്പനികൾ വളരെ കുറവാണ്. അപ്പൊ ഒരുപാട് ചൂസ് ചെയ്യാനായിട്ട് കമ്പനികളില്ല. ആ കമ്പനികളിൽ നിന്ന് 40% ടീമിലേക്ക് ഷെയർ ചെയ്യുകയും ആ 40%-ൽ നമുക്ക് സ്വന്തമാക്കിയ ഒരു 10% മാറ്റാനും കഴിയുന്ന സമാനതകളില്ലാത്ത ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ് IMCയുടെ. രണ്ട് കാര്യങ്ങൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, ഒരു ഫണ്ടിലും, അതായത് നമ്മളിപ്പോ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ നിരവധി ഇൻകം സ്ട്രീംസ് ഉണ്ടാവും, പല പല ബോണസുകൾ കിട്ടുന്നുണ്ട്. ആ ബോണസുകളിൽ ഒന്നും തന്നെ സീലിംഗ് ഇല്ല. മാത്രമല്ല, ഒരു സ്ട്രക്ചറൽ കണ്ടീഷൻ ഇല്ല. ഒരു പിരമിഡ് സ്ട്രക്ചർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ 4x4 മെട്രിക് സ്ട്രക്ചർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ രണ്ടിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കാനോ ഒരു കമ്പൽഷൻ ഇല്ല. ബിസിനസ് എങ്ങനെ പോയാലും, ഏത് തരത്തിൽ ഇൻബാലൻസ്ഡ് ആയിട്ട് പോയാലും, ഇപ്പൊ കയ്യിലെ വിരലുകൾ 5 തരത്തിലാകാം. ഈ 5 തരത്തിലാണ് നിങ്ങളുടെ ട്രീ വളരുന്നതെങ്കിൽ പോലും ആ എൻറ്റയർ ട്രീയുടെ വോളിയം ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന, സീലിംഗ് ഇല്ലാത്ത, സ്ട്രക്ചറൽ കണ്ടീഷൻസ് ഇല്ലാത്ത, 40% ടീമിലേക്കും 10% നമുക്ക് സ്വന്തമായിട്ടും പോക്കറ്റ് ചെയ്യാവുന്ന ഒരേ ഒരു പ്ലാനാണ് IMCയുടെ. ഇപ്പൊ സാധാരണക്കാർക്ക് കയ്യെത്തി പിടിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടും, ഇത്ര മനോഹരമായിട്ടൊരു പ്ലാനുമായിട്ട് അത് കണക്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടും, കസ്റ്റമറിനെ നിലനിർത്താനും അതുപോലെ തന്നെ ഈ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല വരുമാനം കിട്ടുമ്പോൾ അവർക്ക് നിലനിൽക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കസ്റ്റമർ റിട്ടൻഷനും കൂടുന്നു, പ്രവർത്തകരുടെ റിട്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കൽ കൂടുന്നു എന്നുള്ളതാണ്. മാക്സിമം റിട്ടൻഷൻ ഉള്ളൊരു പ്ലാനാണ്. പക്ഷെ ഇത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയണം. ഈ വണ്ടി നല്ലതാണ് എന്നുള്ളത് കൊണ്ട് അത് എങ്ങനെ കൊണ്ടു നടക്കണം എന്നറിയേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ ഈ ഒരു ഓപ്പൺ ലെഗ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ, ആ പ്ലാനിനെ എങ്ങനെ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം. മനസ്സിലാക്കേണ്ടത്, സീലിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഐഡിയയിൽ നിന്ന്, സിമ്പിൾ ഒരു ഐഡിയയിൽ നിന്ന് പോലും നിങ്ങൾക്ക് 1 ലക്ഷമോ 10 ലക്ഷമോ 1 കോടിയോ 10 കോടിയോ 100 കോടിയോ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പല പ്ലാനുകളിലും അതില്ല. കുറെ അധികം 14 വരെ ഇൻകം ഉണ്ടെന്ന് പറയും. ആ ഇൻകത്തിനൊക്കെ സീലിംഗ് വെക്കുകയാണെങ്കിലും 400 രൂപയുടെ, 2000 രൂപയുടെ, 5000 രൂപയുടെ ഒക്കെ സീലിംഗ് വെച്ചിട്ട് ധാരാളം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന, എന്നാൽ അല്പം പോലും ഇല്ലാത്ത ശുഷ്കമായ പ്ലാനുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഇപ്പൊ കണക്കറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യൽ സീലിംഗ് വെച്ച് കഴിയുമ്പോൾ അവനെ തളർത്തുകയാണ് ചെയ്യുന്നത്. അവന്റെ ചിറകുകൾ അരിയുന്ന പോലെയാണ്. അപ്പൊ അതൊന്നും ഇല്ലാതെ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പ്ലാൻ നമുക്ക് കിട്ടുമ്പോൾ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇന്ന് 2 ലക്ഷം കോടി ടേൺ ഓവർ ഉള്ള വെൽനസ് ഇൻഡസ്ട്രിയുടെ, ആ വെൽനസ് ഇൻഡസ്ട്രിയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാത്രമല്ല ഉള്ളത്, വെൽനസുമായി ബന്ധപ്പെട്ട പല
കമ്പനികളുമുണ്ട്, പല ഉൽപ്പന്നങ്ങളുമുണ്ട്. ഇന്ന് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് വെൽനസ് എന്നുള്ള സെക്ഷൻ തന്നെ കാണാം. നമ്മൾ അപ്പോളോയുടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് വെൽനസ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാം. അപ്പൊ വെൽനസ് എന്ന് പറയുന്ന വാക്ക് പോലും പണ്ട് ആളുകൾ സംസാരിക്കാറില്ല. ഇന്ന് ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ 75% വെൽനസ് ഉൽപ്പന്നങ്ങളാണ്. മാത്രമല്ല, ഈ വെൽനസ് ഇൻഡസ്ട്രി ഇന്ന് 2 ലക്ഷം കോടി ടേൺ ഓവർ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ആയുഷിന്റെ കണക്ക് പ്രകാരം. ആ 2 ലക്ഷം ഇൻഡസ്ട്രി ഇന്ന് 20% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 ലക്ഷം കോടിയാണ് ഉള്ളതെങ്കിൽ 20% എന്ന് പറഞ്ഞാൽ 1/5 പിന്നെയും കൂടിയാണ് അടുത്ത വർഷം ആവുമ്പോൾ. അങ്ങനെ വളരുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ആളുകൾക്ക് ഇന്ന് നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിൽ ഇത്രയും വലിയൊരു ടേൺ ഓവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ നമുക്ക് പെനിട്രേറ്റ് ചെയ്ത് നമുക്കൊരു ബിസിനസ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, 10 കോടിയുടെ ബിസിനസ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ 1 കോടി നിങ്ങളുടെ വരുമാനമായി മാറും. നിങ്ങൾക്ക് 100 കോടിയുടെ ബിസിനസ് ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നാം 100 കോടിയൊക്കെ സംഭവിക്കുക സാറേ എന്ന് ചോദിച്ചാൽ, സാഹചര്യം വളരെ അനുകൂലമാണ്, കാറ്റ് അനുകൂലമാണ്, വരുന്ന ആളുകൾ മുഴുവൻ വാങ്ങിക്കൊണ്ടിരിക്കും. നമ്മളോട് ചോദിച്ചിട്ടല്ല അവർ വാങ്ങുന്നത്, അവരുടെ ആവശ്യങ്ങൾക്കാണ് വാങ്ങുന്നത്. സാഹചര്യം വളരെ സിമ്പിൾ ആയിട്ട് ഒരുക്കി കൊടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം സംഭവിക്കാനുള്ള മാർക്കറ്റ് കേരളത്തിലുമുണ്ട്, സൗത്ത് ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിലുണ്ട്. 143 കോടി ജനമുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഒരു തറവാട്ട് മഹിമയും നിലവാരമുള്ള കമ്പനികൾ നമ്മൾ തപ്പിയാൽ ഇത്രമാത്രം പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ തരുന്ന, വിത്തൗട്ട് എനി കണ്ടീഷൻ, സ്ട്രക്ചറൽ കണ്ടീഷനോ സീലിംഗ് കണ്ടീഷനോ ഒന്നും ഇല്ലാതെ തരുന്ന വേറെ കമ്പനി ഇല്ല എന്നുള്ളത് കൊണ്ട് ഇതിനെ മറ്റൊരു MLM കമ്പനിയായിട്ട് താരതമ്യം ചെയ്യാൻ പോകുന്നത് വളരെയധികം അബദ്ധമാണ്. അത് ദുഃഖകരമാണ്. കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭാഗ്യവാന്മാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ തള്ളിക്കളയുന്നതിന് മുമ്പ് 1000 തവണ ചെക്ക് ചെയ്യുക. കാരണം നിങ്ങൾ കണ്ടതും കേട്ടതുമായി ഇതിനെ കണക്ട് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഫ്രഷ് ആയിട്ട് ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിശേഷിച്ചും ഈ IMC നൽകുന്നത് പോലെയുള്ള അതിവിപുലമായിട്ടുള്ള ഒരു ജനറേഷൻ ആൻഡ് ലീഡർഷിപ്പ് പ്ലാനിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളത് കുറെ സാധനങ്ങൾ വിറ്റ് നടക്കലല്ല, കുറച്ച് ഓളി ഉണ്ടാക്കല എന്നുള്ളതല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റവും കൃത്യമായിട്ടുള്ള ഒരു ലീഡർഷിപ്പിന് രൂപപ്പെടുത്തുന്ന ഒരു ആർട്ടാണത്. അപ്പൊ ലോകവ്യാപകമായിട്ട് ഇത്തരം പ്ലാനുകളിൽ വളരെ വിജയിച്ച ആളുകൾ പ്രയോഗിക്കുന്ന ശാസ്ത്രീയവും പ്രായോഗികവുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു സ്ട്രക്ചറൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ചെയ്യേണ്ടത്. നമ്മുടെ വിഡ്ത്ത് നമുക്ക് പണം തരും, ഡെപ്ത് നമുക്ക് സെക്യൂരിറ്റി തരും എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ഇത്തരത്തിലുള്ള പ്ലാനുകളുടെ ഒക്കെ ഒരു പ്രത്യേകത. ഞാൻ ഈ പ്ലാനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിന് സമാനമായ പ്ലാനുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. മാത്രമല്ല ലോകവ്യാപകമായിട്ട് ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അപ്പൊ കൂടുതൽ ലെഗുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇനീഷ്യലി കുറച്ച് പൈസ കിട്ടുമായിരിക്കും, പക്ഷെ ഭാവിയിൽ അതിന്റെ സ്ട്രെങ്ത് ഉണ്ടാവില്ല, ഡെപ്ത് ഉണ്ടാവില്ല. അപ്പൊ ഒരിക്കലും കുലുങ്ങാത്ത ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ വളരെ സരളമായ ഒരു സംവിധാനം വെച്ചിട്ട് നിങ്ങൾ ഡെപ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തുടക്കത്തിൽ 3 പേരെ സ്പോൺസർ ചെയ്ത് ആ 3 മാത്രം താഴേക്ക് പോകുക എന്നുള്ളതാണ്. എത്ര വേണമെങ്കിലും എടുക്കാം, പക്ഷെ അങ്ങനെയല്ല, 3 മാത്രം താഴേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ വിഡ്ത്ത് വിൽ ഗിവ് യു ഇൻകം, ഡെപ്ത് വിൽ ഗിവ് യു സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു മർമ്മമുണ്ട്. അതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് ഒരാളെ വിജയിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ മിനിമം എത്ര വിഡ്ത്ത് വേണം? അപ്പൊ നമ്മളിപ്പോ 1 മാത്രം മതിയെന്ന് വെച്ചാൽ അതിന് വിഡ്ത്ത് ഇല്ല. എന്നാൽ 2 മതിയെന്ന് വെച്ചാൽ 2 വരുമാനം കിട്ടും, പക്ഷെ സ്ട്രെങ്ത് ഇല്ല. നമ്മളൊരു 3 പോയാൽ കറക്റ്റ് ആണ്. അപ്പൊ 3 നമ്മുടെ വിഡ്ത്ത് ഉറപ്പിക്കുന്നു, അതിനുശേഷം ഡെപ്ത് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് 3. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്യൂപ്ലിക്കബിൾ സിസ്റ്റം വഴി, അതാണ് ആദ്യത്തെ ഞാൻ പറഞ്ഞു വിഡ്ത്ത് ആൻഡ് ഡെപ്തിന്റെ കോമ്പിനേഷൻ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഡ്ത്ത് എന്ന് പറയുന്ന 3 ആണ്. ആ 3 സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രം ആ 3 നമ്മൾ റൂബി ആവുന്നു. ആ 3 നമ്മൾ റൂബികളെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം 2 ലെഗുകളിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു, അവരെയും റൂബിയാക്കി മാറ്റുന്നു. പിന്നീട് ഒരു ലെഗും അഡീഷണൽ ആയിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഈ 5 ലെഗിലും ഡെപ്തിലും മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്ത് പോകുന്നു. ആ ഏതെങ്കിലും ഒരു ലെഗിൽ 9 ജനറേഷനും കംപ്ലീറ്റ് ചെയ്ത് അതിനും അടിയിലേക്ക് നീങ്ങിയാൽ മാത്രം നിങ്ങൾ 6ാമതൊരു ലെഗ് ഇടുക. അതിനുശേഷം നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ലെഗിനെ റൂബിയാക്കി മാറ്റുകയും അതിലൂടെ 9 ജനറേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രം 7ാമത്തെ ലെഗ് ഓപ്പൺ ചെയ്യുക. അത്തരത്തിലാണ് ലെഗുകൾ ഓപ്പൺ ചെയ്യാവൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് സമയവും ഇഫേർട്ടും എനർജിയും ഒക്കെ പാഴായി പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. മറ്റൊന്ന്, വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരു സാധാരണക്കാരനും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ സിനിമ കാണാൻ വിളിക്കാൻ പറ്റും. സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റില്ല. കാണാൻ വിളിക്കാം എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു നോട്ടീസ് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു സർവേ ഫോം എടുത്ത് അവരോട് ടിക്ക് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഷീറ്റ് എടുത്ത് അത്
മാത്രം ആളുകളോട് ആ സന്ദേശം മാത്രം പറഞ്ഞു. ഇതൊക്കെ ഏതൊരാൾക്കും കൈകാര്യം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു തുളസി വെള്ളം എടുത്ത് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഒന്ന് കുടിച്ചോളൂ എന്ന് പറയാം. അല്ല, അത് ചെയ്യുമ്പോൾ ചെയ്യേണ്ട വളരെ കുറച്ച് വാക്കുകൾ മാത്രം, അത് സ്ക്രിപ്റ്റ് വെച്ച് പഠിച്ച് ചെയ്യാൻ പറഞ്ഞാൽ ഏതൊരാൾക്കും വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പറേഷൻ സിസ്റ്റമാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അത് മാത്രമേ ചെയ്യാവൂ. അതായത് പലപ്പോഴും കമ്പനികളിൽ കണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ ആളുകൾ ഇന്നും തുടർന്നു പോരുന്ന ഒരു തെറ്റായ ഒരു ഫോർമുല, വ്യക്തിപരമായ കഴിവുകളും വാക്ചാതുര്യം അനുസരിച്ചാണ് ബിസിനസ് വളർത്താൻ ശ്രമിക്കുക. 3 മണിക്കൂർ ക്ലാസ് എടുക്കുക, 4 മണിക്കൂർ ക്ലാസ് എടുക്കുക, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഇങ്ങനെ പറയുക. അതിങ്ങനെ പറഞ്ഞ് 4 മണിക്കൂർ 4.5 മണിക്കൂറും കഴിയുമ്പോൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കുറെ അറിയുന്നുണ്ടാവും, പ്രൊഡക്റ്റിനെ കുറിച്ച് താല്പര്യം ഉണ്ടാവും. ചിലപ്പോൾ അവർ സാധനം വാങ്ങിക്കുന്നല്ലാതെ അത് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഒരിക്കലും നിങ്ങളുടെ വാക്ചാതുര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ കഴിവുകളോ അല്ല ബിസിനസിനെ വളർത്തേണ്ടത്. ബിസിനസിനെ വളർത്തേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതത്തിൽ പകർത്താനും എളുപ്പത്തിൽ പഠിക്കാനും ആർക്ക് വേണമെങ്കിലും മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പറേഷണൽ ടൂൾസ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഹീറോ ആരാന്ന് ചോദിച്ചാൽ വ്യക്തികളല്ല, വ്യക്തിപ്രഭാവമല്ല. ഹീറോ എന്ന് പറയുന്നത് സിസ്റ്റവും ടൂൾസുമാണ് ആവേണ്ടത്. എന്നാലേ അത് പകർപ്പുകൾ ഉണ്ടാക്കി പോകുള്ളൂ, എന്നാലേ അത് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കി പോവുകയുള്ളൂ. സ്വാഭാവികമായിട്ടും നമുക്ക് ആയിരക്കണക്കിന് ആളുകളെ ഒറ്റയ്ക്ക് നേരിട്ട് മാനേജ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയാണ്, അത് നടക്കാത്ത കാര്യമാണ്. അപ്പൊ കഴിവുള്ള 3-5 ആളുകളെ, ആദ്യം ഞാൻ പറഞ്ഞു 3 പേരെ കൊണ്ടുവരുന്നു, അവർക്ക് 9 കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്താൽ മതി. നമുക്കൊരു 9 കസ്റ്റമർ ഉണ്ടായാൽ നമ്മളൊരു ബിസിനസ് ബിൽഡറായി. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ബിൽഡേഴ്സിനെ കൊണ്ടുവരുമ്പോൾ, ഒരു ബിസിനസ് ബിൽഡർ എന്നുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, ന്യൂ ലൈഫ് കമ്പനിയിൽ ഉദ്ദേശിക്കുന്നത്, IMCക്ക് അലൈൻഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു 9 കസ്റ്റമറെ കൊണ്ടുവരാൻ, 800-900 രൂപയുടെ എല്ലാ മാസവും പർച്ചേസ് ചെയ്യുന്നു 8-9 കസ്റ്റമറെ കൊണ്ടുവരാൻ കഴിയുന്ന ഓരോ വ്യക്തിയും ബിസിനസ് ബിൽഡറാണ്. അപ്പൊ അതിന് പ്രത്യേകം ഒന്നും കഴിവുകളൊന്നും ആവശ്യമില്ല. ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നു, ജീവിതത്തിൽ ഒരിക്കലും അയാൾ ഒരു സാധനം വിറ്റിട്ടുണ്ടാവില്ല. അയാൾ ചിലപ്പോൾ ക്ലർക്കായിരിക്കാം, അയാൾ മറ്റു പല കാര്യങ്ങളും ആയിരിക്കാം, ഗൾഫിൽ നിന്ന് പോരേണ്ടി വന്നിട്ടുണ്ടാവും. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഈ ബിസിനസ്സിൽ മുതൽ മുടക്കില്ലാതെ വരുന്നു, പക്ഷെ ചെയ്യണമെങ്കിൽ, അതിന് സാധ്യതയില്ല, ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും അറിയാവുന്ന ആൾക്കാരും നാട്ടുകാരും ഒക്കെ ഒരു 8-9 ആൾക്കാരെ സ്ഥിരമായി വാങ്ങുന്ന സാഹചര്യം 800-900 രൂപയുടെ ഉണ്ടാക്കാൻ ഒരാൾക്കും വിഷമമില്ല. അവർ എക്സ്പീരിയൻസ് ചെയ്തതാവാം. അപ്പൊ അത്തരത്തിലുള്ള സിമ്പിൾ യൂണിറ്റുകളെ, ബിസിനസ് യൂണിറ്റുകളെ സൃഷ്ടിക്കലാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മൾ വന്നു, നമ്മൾ 3 പേരെ കൊണ്ടുവന്നു. ഈ 3 പേർക്കും ഒരു 9 കസ്റ്റമർ ഉണ്ടാക്കാൻ നമ്മളും കൂടി സഹായിച്ചു. നമുക്ക് ഒരു 9 കസ്റ്റമർ ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് 2500 പേഴ്സണൽ BV എന്ന് പറയുന്ന ഒരു പൊസിഷൻ നിൽക്കുന്നത്. നമ്മൾ കൂടെ വരുന്ന 3 പേരെ അതിന് സഹായിക്കുന്നു. ഇങ്ങനെ തന്നെ അവരുടെയും 3 ആൾക്കാരെ ഈ ഒരു 9 കസ്റ്റമർ അവൻ സഹായിക്കുന്നത് വഴി എന്തു ചെയ്യും? ഈ വ്യക്തി എന്തായി മാറും? സ്വാഭാവികമായിട്ടും ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള ലെവലിലേക്ക് 12 പേര് വരുമ്പോഴേക്കും 30,000 സിസ്റ്റമാറ്റിക് ആയിട്ട് കടന്നു പോകുന്നുണ്ടാവും. അങ്ങനെ ആ വ്യക്തിക്ക് എന്തുണ്ടാവും? സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പൊസിഷൻ വരും. 12 പേരാകുമ്പോഴേക്കും സൂപ്പർ സ്റ്റാർ. അപ്പൊ തന്നെ നമ്മുടെ ടീമിലുള്ള ആളുകളെ നോക്കുക, 3 പേരുണ്ട്, ആ 3 പേരുടെ താഴെയും ആളുകളുണ്ട് അല്ലെ. ആ 12 പേര് എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് വന്നിട്ടുള്ള 3 പേര്. അപ്പൊ അവിടെ 4 പേര് ഓൾറെഡി ഉണ്ട്. ആ 4 പേരെന്നുള്ളതിനെ ഒന്ന് വികസിപ്പിച്ച് ഒരു 8 പേരും കൂടി ആയാൽ അവർക്കുമായി 12, അവര് 3 പേരും സൂപ്പർ സ്റ്റാർ ആയി, നമ്മൾ റൂബിയായി. ഇത്രേ ഉള്ളൂ. ഈ ഒരു പൊസിഷനിൽ നല്ലൊരു വരുമാനത്തിന് നമ്മൾ അർഹനാവും. ടീമിൽ ആകെ 36 പേരെ ഉണ്ടാവുള്ളൂ, 12 പേര് വീതം. ഇതാണ് നമ്മള് ആളുകളോട് നമ്മൾ പറയുന്ന ഏറ്റവും എളുപ്പത്തിൽ ഡ്യൂപ്ലിക്കബിൾ ആയിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പൊ കസ്റ്റമേഴ്സിനാണെങ്കിൽ എന്താ ഗുണം? കസ്റ്റമേഴ്സിന് സ്ഥിരമായി വാങ്ങാനുള്ള ഒരു ടെൻഷനും ഉണ്ടാവില്ല. സ്ഥിരമായി വാങ്ങാനുള്ള അത്രയും അച്ചീവബിൾ ആയിട്ടുള്ള അത്രയും ഇൻവെസ്റ്റ്മെന്റ് വരുന്നുള്ളൂ. അവർക്ക് അത് ഗുണകരമാകുമ്പോൾ അവർ പിന്നെയും പിന്നെയും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും. 9 പേര് മതി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആഴത്തിൽ നമുക്ക് കസ്റ്റമേഴ്സുമായിട്ട് ഇടപെടാം, അവരുടെ ജീവിതത്തിൽ ഇടപെടാം, അവരുടെ ഫോളോ അപ്പ് ചെയ്യുന്നതും അവർ സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം, അവർക്ക് ശീലങ്ങളിലേക്ക് അത് വന്നു എന്ന് ഉറപ്പുവരുത്താം, അവർക്ക് റിസൾട്ട് കിട്ടിയെന്ന് ഉറപ്പുവരുത്താം. അത്ര ആഴത്തിൽ നമുക്ക് സേവനം കൊടുത്തുകൊണ്ട്, സേവനത്തിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് അവർക്ക് MRPയിൽ തന്നെ നമുക്ക് സേവനം കൊടുക്കാൻ സാധിക്കും. ഒരു MRP തരാൻ ഒരു വിഷമം ഉണ്ടാവില്ല. കാരണം നമ്മുടെ സർവീസ് അവിടെയുണ്ട്, ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി സർവീസും എഡ്യൂക്കേഷനും കൊടുത്ത് നമ്മൾ അവരെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ. അപ്പൊ ഇതാണ് ഇതില് ചെയ്യേണ്ട ഏക വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ റൂബിയായി തീരുക, റൂബിയാക്കി തീർക്കുക. റൂബികളുടെ എണ്ണം ടീമുകൾ ഉണ്ടാവുക. റൂബിയാണ് ഭേദപ്പെട്ട ഒരു നല്ല വരുമാനം കിട്ടാനും ഒരാൾക്ക് പിന്നെ സ്വതന്ത്രമായ രീതിയിൽ വേണമെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ഇവിടെ നിന്ന് ഇതൊരു ബിസിനസ്, വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ആയിട്ട് പാർട്ട് ടൈമിൽ നിന്ന് ഫുൾ ടൈമിലേക്ക് മാറാൻ കഴിയുന്ന
ഒരു സ്ഥലമാണ് ആ റൂബി എന്ന് പറയുന്ന സ്ഥലം. വേണമെങ്കിൽ അതല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾക്ക് ആ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ സിസ്റ്റം പ്രോപ്പറായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കമ്പനി പല ഓപ്ഷൻസ് തരുന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുള്ള 2ഉം മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള 16ഉം പാടെ അവഗണിച്ചുകൊണ്ട് 5 എന്നുള്ളതിനകത്ത് ഫോക്കസ് ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പലതവണ പറഞ്ഞു. ഇതിലെ റൂബി ആവലാണ് ആദ്യം നിങ്ങൾ വരുന്നു, അതിനുശേഷം 3 പേരെ കൊണ്ടുവരുന്നു. അപ്പൊ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് ലീഡർഷിപ്പ് ലെവലിലേക്ക് മാറി. ആ 3 പേരെ ലീഡർ ആക്കുമ്പോൾ നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആവുന്നു. 3 പേരെ സൂപ്പർ സ്റ്റാർ ആക്കുമ്പോൾ നിങ്ങൾ റൂബിയായി മാറും. ആ 3 പേരെ പിന്നെ റൂബിയാക്കി മാറ്റുക എന്നുള്ള പ്രോസസ്സ് നിങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം 2 ലെഗ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. 2 ലെഗ് കൂടി സ്റ്റാർട്ട് ചെയ്ത് അവിടെയും റൂബികളെ നിങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനുശേഷം ഡെപ്തിൽ, ആ 5 ലെഗിന്റെ ഡെപ്തിൽ തന്നെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഓരോ ലെഗിനെയും 4 ലാഖിലേക്ക് എത്തിക്കണം. അപ്പോഴേക്കും നിങ്ങളുടെ ടീമിൽ റൂബി ഉള്ളത് കൊണ്ട് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ടീമിൽ റൂബികൾ വന്നു തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 ലക്ഷത്തിലേക്ക് എത്താനായിട്ട് ഒരു വിഷമം ഉണ്ടാവില്ല. ഓരോ ലെഗിനെ 4 ലക്ഷത്തിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ക്രൗൺ പ്രസിഡന്റ് ആവുന്നു. അവിടെ വെച്ച് ആക്ച്വലി നിങ്ങൾക്ക് എല്ലാ ഏർണിങ്സും ഉണ്ടാവാനുള്ള സാഹചര്യമായി കഴിഞ്ഞു. എല്ലാം കിട്ടും. റോയൽ ആനുവൽ ബോണസ് കിട്ടും, റോയൽറ്റി RAB എന്ന് പറയുന്നത് കിട്ടും, എല്ലാം കിട്ടും നിങ്ങൾക്ക്. ലീഡർഷിപ്പ്, സീനിയർ ലീഡർഷിപ്പ്, എല്ലാ ഇൻകവും നിങ്ങൾക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവലിൽ കിട്ടുന്ന, മാസം 5 ലക്ഷത്തിന് മീതെ വരുമാനം കിട്ടുന്ന ഒരു പൊസിഷനാണ് ഞാൻ ഈ പറയുന്നത്. സിമ്പിൾ ആയിട്ട് കിട്ടും. ഇതേ റാങ്കിൽ, റൂബി റാങ്കിൽ തന്നെ 2-2.5 ലക്ഷം വാങ്ങുന്ന ആൾക്കാരുണ്ട്. ടൗൺ പ്രസിഡന്റ് ആയിട്ട് തന്നെ 12, 15, 18 ലക്ഷം മേടിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇഷ്ടം പോലെ ഈ കമ്പനിയിലുണ്ട് വർഷങ്ങളായിട്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഈ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. കൊഹിനൂർ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാനായിട്ട് 16 ലെഗ് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു രീതിയുണ്ട്. പക്ഷെ അതിലേക്ക് പോകാതിരിക്കാൻ നല്ല, കാരണം പുതിയ 11 ലെഗ് ഇട്ടിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ലീഡർഷിപ്പ് കിട്ടില്ല, സീനിയർ ലീഡർഷിപ്പ് കിട്ടില്ല, RAW കിട്ടില്ല. പുതിയ ആളുകൾ സ്കിൽഡ് അല്ല. ആ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ഈ ആകെ കിട്ടുന്നത് ഓവർ റൈഡ് മാത്രമാണ്, ഗ്യാപ് കമ്മീഷനാണ്. ഈ ഗ്യാപ് കമ്മീഷന് വേണ്ടിയിട്ട് പുതിയ സ്ഥലങ്ങൾ തുറക്കുന്നതിനേക്കാൾ ലാഭകരം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലെഗുകളിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് ആ ഓരോ BVക്കും നിങ്ങൾക്ക് ലീഡർഷിപ്പും സീനിയർ ലീഡർഷിപ്പും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു 45,000 BV കടന്നിട്ടുള്ള ഒരു ലെഗിലാണ് ഒരു BV വീഴുന്നതെങ്കിൽ നിങ്ങൾ ആ വീഴുന്ന BVയുടെ സീനിയർ ലീഡർഷിപ്പ് ബോണസ് കിട്ടുകയാണ്. 45,000 BV കടക്കുമ്പോഴേക്കും ഒരു ലെഗിന്റെ സ്വഭാവം മൊത്തം മാറും. 50,000 കടക്കുമ്പോഴേക്കും അതിന്റെ സ്വഭാവം മാറും, കാരണം അത് RABയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ആ എക്സിസ്റ്റിംഗ് സീരിയസ് ആയിട്ടുള്ള ലെഗുകളിൽ അതിന്റെ ലീഡർഷിപ്പ് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അവിടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പുതിയ ആളുകളെ കിട്ടിയാലും പുതിയ ലെഗ് തുറക്കാതെ അതിന്റെ ഡെപ്തിൽ കൊണ്ട് സ്പോൺസർ ചെയ്ത്, കാരണം വെച്ചാൽ സ്പോൺസറിങ് ഇൻകം നിങ്ങൾക്ക് എവിടെ ഇട്ടാലും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആളുകളെ സപ്പോർട്ട് ചെയ്ത് താഴേക്ക് നീങ്ങാം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഒരു ലീഡർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഏറ്റവും താഴേക്ക് സ്പോൺസർ ചെയ്യുന്നതിനും സ്പോൺസറിങ്ങിന് ഇത്രയും വരുമാനം കിട്ടുന്ന വേറെ ഒരു സ്ഥലവും വേറെ ഇല്ല. അപ്പൊ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്പോൺസറിങ്ങിന് സ്പീഡ് കൂട്ടിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വീക്ക്ലി ബേസിൽ നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു 12 ആഴ്ച ഓടാൻ കഴിഞ്ഞാൽ 90 ദിവസം കൊണ്ട്, 90 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് ഭേദപ്പെട്ട ഒരു വരുമാനത്തിലേക്കും ഭേദപ്പെട്ട റാങ്കിലേക്കും ഭേദപ്പെട്ട പാസീവ് ഇൻകത്തിലേക്കും ഭേദപ്പെട്ട ഒരു നെറ്റ്വർക്കിലേക്കും ഒക്കെ എത്താനായിട്ട് സാധിക്കും. അതുവരെ ഒറ്റയടി അടിക്കണം. അതാണ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം. ഇത് സ്പീഡിൽ ചെയ്യുന്നതാണ് എളുപ്പം, പതുക്കെ ചെയ്യുന്നതാണ് ടഫ് എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റാൻഡി ഗേജിന്റെ വീഡിയോസ് ഞാൻ എന്റെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. ടൈഗർ പ്രോഗ്രാമിന്റെ ഒക്കെ ഭാഗമായിട്ട് ഞാൻ നിരവധി തവണ പറയാറുള്ള ഒരു കാര്യമാണ്. ജീവിതാവസാനം വരെ പറന്നു നടക്കണ്ട, 90 ദിവസം ഒന്ന് പറന്നു നടന്നാൽ നിങ്ങൾ പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഒരു സ്റ്റേജ് എത്തും. അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി, കാരണം കൂടെ ആളുകളും എത്തും. നിങ്ങളുടെ ആ ചൂടുള്ളത് കൊണ്ട് കൂടെ ഉള്ളവരും ഒറ്റ ചൂടിന്. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഇന്റർനാഷണൽ കോൺടെസ്റ്റ് ഒക്കെ റൂബികൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഒരു 36 പേരായാൽ 2500ന്റെ ഒരു 36 പേര് കംപ്ലീറ്റഡ് ആയാൽ വേറെ റൂബി. അങ്ങനെയുള്ള ഒരാൾക്ക് ഫോറിൻ ട്രിപ്പ് വരെ കിട്ടുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോ ഈ 2500 എന്ന് പറഞ്ഞാൽ ഒരു 9 കസ്റ്റമറെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാൾ, ദാറ്റ്സ് ഇറ്റ്. വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളൊന്നും വേണ്ട. അത് പ്രോപ്പറായിട്ട് ഒരു ഫോർമാറ്റ് വഴി അല്ലെങ്കിൽ ഒരു 6 ടിക്കറ്റ് ആവുന്ന സർവേ വഴി താല്പര്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് ഒരു 5 മിനിറ്റ് ഒരു പ്രസന്റേഷൻ നടത്തി കാണിച്ചു കൊടുത്ത് അവർക്കൊരു തുളസി എക്സ്പീരിയൻസ് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 2500 BV എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് 2-3 ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ആലോചിച്ച് നോക്കുക. വൺസ് ആ കോൺഫിഡൻസ് അവർക്ക് കിട്ടുമ്പോൾ ആ കോൺഫിഡൻസ് അവർക്ക് മറ്റൊരാൾക്ക് പകരാനും കഴിയും.
ഇതൊക്കെയാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഇവിടെ ഞാൻ പലതും പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, സ്ട്രക്ചറിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, എങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഓപ്ഷൻസ് 3 തരുന്നുണ്ടെങ്കിലും രണ്ടാമത്തെയും മാത്രം എടുക്കുക. ആ 5 ലെഗ് ഓപ്ഷൻ, അതിൽ ആദ്യത്തെ മൂന്ന് ലെഗ് മാത്രം ആദ്യം ഫോക്കസ് ചെയ്ത് റൂബിയായി മാറുക, റൂബി ആക്കി തീർക്കുക. അതിനുശേഷം 2 ലെഗ് കൂടി കൊണ്ടുവരിക. ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം, നിങ്ങൾ ആ റൂബിയായി ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ താഴെയുള്ള ആളുകളെ റൂബി ആക്കുന്ന പ്രോസസ്സിൽ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാച്ചിങ് വഴി ചെയർമാൻ ആകുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടാവും. ഏതെങ്കിലും ഒരു ലെഗ് 2 ലക്ഷത്തേക്ക് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഏതെങ്കിലും നിങ്ങളുടെ ഒരു റൂബി ലെഗ് 2 ലക്ഷം കടന്നു പോകും. മറ്റ് 2 ലെഗ് കൂടി 2 ലക്ഷം വരുമ്പോഴേക്കും നിങ്ങൾ പുതിയ ലെഗുകൾ ഇടാതെ തന്നെ നിങ്ങൾ ചെയർമാനായി മാറും. 5 ലെഗുകൾ ക്വാളിഫൈ ചെയ്യുന്ന ഒരു ചെയർമാന്റെ പെർസെന്റേജിലേക്ക് നിങ്ങൾ മാറുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ ഇതിനകത്തോടെ വന്നതാണ്. ആ 3 ലെഗും സ്ട്രെങ്ത് ആക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, 5-ാമത്തെയും 6-ാമത്തെയും ലെഗുകൾ, 4-ാമത്തെയും 5-ാമത്തെയും ലെഗുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. കാരണം 5 ലെഗുകളിലും 4 ലക്ഷം വീതം വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഹയസ്റ്റ് ടൈറ്റിൽ CP ക്രൗൺ പ്രസിഡന്റ് എത്തും. ആ ക്രൗൺ പ്രസിഡന്റ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഈ ഒരു കമ്പനി വഴി നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അടിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട. ക്രൗൺ പ്രസിഡന്റ് ആയാൽ മാത്രം. ബാക്കി കൊഹിനൂർ തന്നെ വരാൻ വിടുക. നിങ്ങൾ 5 ലെഗിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. 5 ലെഗിന് പിന്നെ സ്ട്രെങ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ എന്റെ പ്രീവിയസ് കമ്പനിയിലൊക്കെ നമുക്കൊരു റാങ്ക് അടിക്കണമെങ്കിൽ 14 ലെഗും ക്വാളിഫൈ ചെയ്യണമായിരുന്നു. അപ്പൊ ആദ്യം അത് തീർത്തിട്ട് വേണമായിരുന്നു. കാരണം എന്നാലേ ഡെപ്ത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ അത് വേണ്ട. 5 ലെഗിലൂടെ നമ്മൾ CP ആവുമ്പോൾ തന്നെ 9 ജനറേഷൻ ഡെപ്ത്, ലീഡർഷിപ്പിലും സീനിയർ ലീഡർഷിപ്പിലും 9 ജനറേഷൻ ഡെപ്ത് നിങ്ങൾക്ക് കിട്ടാൻ വെറും 5 ലെഗിൽ 4 ലക്ഷം വീതം വന്നാൽ മതി. റാങ്ക് ഉണ്ടാക്കണ്ട, വെറും 4 ലക്ഷം BV ബിസിനസ് വന്നാൽ മാത്രം മതി. ആലോചിച്ച് നോക്കൂ. അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ പ്ലാൻ. അത്ര ബ്യൂട്ടിഫുൾ ആണ്. ആലോചിച്ച് നോക്ക്, 5 ലെഗില് 4 ലക്ഷം വീതം 5 എന്ന് പറഞ്ഞാൽ 20 ലക്ഷമേ ആവുന്നുള്ളൂ. 20 ലക്ഷത്തില് ലക്ഷങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് കിട്ടുന്ന പറയുമ്പോൾ എത്ര ഈൽഡ് ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചു. അത് നിങ്ങൾക്ക് എല്ലാം കിട്ടുകയാണ്. അപ്പൊ ഞാനത് ഈ ഒരു സമയത്ത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഞാൻ നിങ്ങളോട് പറയാണ്. കാരണം ഈ ഒരു വർഷം, ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ഒരു റൂബി ആയാൽ പോലും നിങ്ങൾ അത് നിലനിർത്തിയാൽ, 36 പേര് 2500 നിലനിർത്തിയാൽ, ഒറ്റയ്ക്കല്ല, നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരേ സിസ്റ്റം ഫോളോ ചെയ്യുന്നു, ഒരേ പർപ്പസിലൂടെ നടക്കുന്നു. സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ്മെന്റുകൾ ഉണ്ടാവും. അത് നിലനിൽക്കുന്ന ആളുകളുടെ എണ്ണം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ വരുന്നവരും ഒരു വിദേശയാത്ര, വെറും ഒരു തായ്ലൻഡിൽ പോകുന്നതിന് പകരം കമ്പനി വളരെ സീരിയസ് ആയിട്ട്, പലരും പല കമ്പനികൾ വെറും എന്നും തായ്ലൻഡും പട്ടായും ബാങ്കോക്കുമാണ് കൊടുക്കുക. നമ്മുടെ കമ്പനി കുറച്ചുകൂടി വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലം, ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ഒക്കെ കൾച്ചറുകൾ ആവാഹിക്കുന്ന അസർബൈജാൻ പോലൊരു സ്ഥലത്ത് ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ലൈഫ് ടൈമില് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അപ്പൊ ആ 12 ആഴ്ച കൊണ്ട് തന്നെ റൂബി ആകാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് വരും അത് എത്താൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാം. 12 വീക്സ്, ആകെ 36 പേര് വരെ 12 ആഴ്ച കൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല? 2500 BVയുടെ ഓണർഷിപ്പ് എടുക്കാൻ കഴിയുന്ന 36 പേരെ എത്തിച്ചാൽ പോരെ? എല്ലാവർക്കും ഒരുമിച്ച് പോവാം. അസർബൈജാനിൽ പോവാന്ന് പറഞ്ഞാൽ ഒരു താല്പര്യമായിട്ട് ഞാനും കൂടെ നിൽക്കാൻ സഹായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വരാത്ത? ഒന്ന് സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. കാരണം ഇതൊരു ദുരൂഹമായ കണക്കുകൾ ഒരിക്കലും തെറ്റാൻ പോകുന്നില്ല. 3 പേരെ കൊണ്ടുവരാൻ കഴിയുന്ന 3 പേരെ കൊണ്ടുവന്നു. അവർക്ക് ആ 3 പേരെ കൊണ്ടുവന്നു. അവർക്ക് ആവശ്യമുള്ള ആ 2500 ആവാൻ ആവശ്യമുള്ള ഒരു, നമ്മളിപ്പോ ഹോം മീറ്റിംഗ് നടത്തിയാലും ആ സർവേ ഒന്ന് പറയാ, അത് കഴിഞ്ഞൊരു 1 ഷീറ്റ് പറയാ, എന്താ തോന്നലെന്ന് ചോദിക്കുക, അവർക്ക് എല്ലാവർക്കും തുളസി വെള്ളം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. ആ ആളുകളെ അപ്പൊ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഇതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കി 40% ടേൺ ഓവർ ടീമിലേക്കും 10% പോക്കറ്റ് ചെയ്യാവുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു പല്ല് തേക്കുന്നത് തൊട്ട് കുളിക്കുന്നത് തൊട്ട് നമ്മൾ ഈ പറയുന്ന ആയുർവേദത്തിന്റെ സ്പർശം നമ്മൾ കൊടുക്കുകയാണ്. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു വളരെ സീരിയസ് ആയിട്ട് വേണ്ട കാര്യം നമ്മൾ പറയുകയാണ്. ഇപ്പൊ ഞാന് ഇത് എന്താ പറയുക, ഇത് റോക്കറ്റ് സയൻസ് അല്ല, വളരെ സിമ്പിൾ ആണ്. 36 പേര് വന്നാൽ 36 പാർട്ട്നേഴ്സ് വരുമ്പോഴേക്കും ഒരാൾക്ക് എന്ത് കിട്ടുന്നു? ഫോറിൻ ട്രിപ്പ് കിട്ടുന്നു. ആ കൂടെയുള്ള ആളുകൾക്ക് 36 കിട്ടാനായിട്ട് അവർ ആദ്യം മുതൽ തുടങ്ങണ്ട. നമ്മുടെ 36 തന്നെ അവിടെ ഒരു 12 കംപ്ലീറ്റ് ചെയ്ത ഒരാളുണ്ട്, അയാളെ 24 മതി. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് എല്ലാ ദിവസവും കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. താഴെത്തട്ടിലുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പൊ അത് സർവേ അടക്കമുള്ള ടൂളുകൾ ഉപയോഗിക്കാൻ അവരെ പഠിപ്പിക്കുക. അതുവഴി അവരുടെ ആദ്യത്തെ 9 കസ്റ്റമേഴ്സിനെ കിട്ടാൻ സഹായിക്കുക.
ഒരു ഡെപ്തിലേക്ക് പോയി മൂന്നാമത്തെയോ നാലാമത്തെയോ ലെവലിൽ ഒരാളെ സക്സസ് ആക്കുകയാൽ മുകളിലുള്ള ആളുകൾക്കൊക്കെ പവർ ആവും. അതിനെയാണ് ഈ ഫയർ ദ ബേസ് എന്ന് പറയുന്നത്. ടാപ്പ് റൂട്ടിംഗ് അല്ലെങ്കിൽ ഫയർ ഇൻ ദ ബേസ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ ചൂടാക്കലാണ്. മറ്റൊന്ന്, റീറ്റെയിൽ വരുമാനം ഉറപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അതായത് MRP കൊടുക്കുന്ന ഒരു അതൊരു പാപമല്ലാതെ ഒരു തെറ്റല്ലാതെ നിങ്ങളുടെ വർക്കാണ് ആദ്യം മനസ്സിലാക്കുക. ആദ്യം MRP കൊടുത്ത് പഠിക്കുക. കാരണം അവർക്ക് നെറ്റ്വർക്ക് ബിൽഡ് ആവുന്നത് വരെ അവരെ സസ്റ്റെയിൻ ചെയ്യിക്കാൻ അത് സാധിക്കുന്നുള്ളതാണ്. ചിലർ അതിനകത്ത് വളരെ ഉസ്താദുക്കളായി മാറും. പലപ്പോഴും ലീഡർഷിപ്പിലേക്ക് വന്നില്ലെങ്കിലും ചിലർക്ക് കൊടുക്കാൻ ഭയങ്കര ആസക്തി ഉണ്ടാവുകയും കൂടുതൽ ആളുകൾ വാങ്ങുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് 13,000 രൂപയാണ് കൊടുക്കാൻ പറ്റുക. 3,000 രൂപയുടെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടാം 10,000 രൂപയുടെ. അപ്പൊ അങ്ങനെ ഒരു 30 വീടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം 1,30,000 രൂപയാണ് ഇവിടെ. 10,000 രൂപയുടെ സാധനം എടുക്കുന്ന ഒരു 30 വീടുകൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് 1,30,000 രൂപ കിട്ടും എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 1 ലക്ഷം അയാൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ടും കിട്ടുന്നുണ്ടാവും, 30,000 അദ്ദേഹത്തിന് അക്കൗണ്ടിൽ കിട്ടുന്നുണ്ടാവും. പിന്നെ 1,30,000 രൂപ വെറും 30 വീടുകളിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പല കടകൾ നടത്തുന്നവരെക്കാളും മികച്ച വരുമാനമാണ് അത്. മനസ്സിലാക്കുക. അപ്പൊ അന്തസ്സായിട്ട് ഇവിടെ ജീവിക്കാൻ നിങ്ങൾ വെറും സർവേ എടുത്ത് പോയാൽ പോലും ആ ഒരൊറ്റ ക്വാളിറ്റി സർവേ ചെയ്യാൻ അതിന് ആകെ വേണ്ട 1 മിനിറ്റാണ്. 6 ടിക്ക് മതി. 6 ടിക്ക് 1 മിനിറ്റ് മതി എന്ന് അവരോട് പറഞ്ഞിട്ട് ഒരു ഹെൽത്ത് അവയർനെസ്സുമായി ബന്ധപ്പെട്ട ഒരു 100 സർവേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് സാറേ, ഒന്ന് സഹകരിക്കുന്നതിൽ വിരോധമുണ്ടോ? ഒറ്റ ചോദ്യം മതി, വേറെ ഒന്നും വേണ്ട. ഇതാണ് സാറേ, ഹെൽത്ത് അവയർനെസ്സുമായി ബന്ധപ്പെട്ട് ഈ ഏരിയയിൽ എനിക്കൊരു 100 സർവേ ചെയ്യാനുണ്ടായിരുന്നു. 1 മിനിറ്റ് എടുക്കുള്ളൂ, 6 ടിക്ക് മാത്രം മതി. ഒന്ന് സഹകരിക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് വെച്ചാൽ ആളുകൾ സഹകരിക്കും, അവരെ ചിന്തിക്കും. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവരത് നോക്കും, അവർ ടിക്ക് ചെയ്യും, സംസാരത്തിലേക്ക് കടക്കാൻ സാധിക്കും. താല്പര്യമുണ്ടെന്ന് അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്ന് പറയുന്ന ഒരു സാഹചര്യം അതിനകത്ത് കൃത്യമായിട്ടുണ്ട്. 80% ആൾക്കാരും താല്പര്യമുണ്ടെന്ന് പറയും. താല്പര്യമുണ്ടെന്ന് പറയുന്ന ആൾക്കാർക്ക് അപ്പൊ തന്നെ 3-4 മിനിറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഷീറ്റിലുള്ള കാര്യങ്ങൾ പറയാൻ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കിട്ടാത്ത വൈറ്റമിൻസും മിനറൽസും ലിപ്പിഡ്സും പ്രോട്ടീൻസും ഒക്കെ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ ദൈനംദിന ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കാനും അത് അസുഖത്തിലേക്ക് വഴി തുറക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും സാധാരണഗതിയിൽ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ പച്ചയ്ക്ക് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ ഇല്ല. വിഷമില്ലാത്ത പച്ചയ്ക്ക് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒന്നും എല്ലാ ദിവസവും ആളുകൾ കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റാത്തതാണെന്നുള്ള വ്യക്തമായ ധാരണ. ഒരു 100 രൂപയെങ്കിലും അവനവനും അവനവന്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടി അത് മുടക്കുന്നത് അതൊരു തെറ്റല്ല എന്നും അതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ള തിരിച്ചറിവ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന തുളസി എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും നമ്മുടെ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി വരാൻ താല്പര്യമുണ്ടോ ചോദിക്കുകയാണ്. കസ്റ്റമർ എന്നുള്ള നിലയിലാവാം, ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിലാവാം, ഒരു ആദർശത്തിന്റെയും ഒരു ആശയത്തിന്റെയും ഒരു പിൻബലത്തോടു കൂടി നമുക്ക് ആളുകളോട് വെറും ഒരു കച്ചവടം നടത്താനുള്ള, ആളുകളെ പിടിച്ചിടാനുള്ള അല്ലെങ്കിൽ പിടിക്കാനോ വിൽക്കാനോ ഉള്ള വ്യഗ്രതയ്ക്കും അപ്പുറം സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ജീവിതം. ജീവിതമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ജീവനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ ജീവൻ നിലനിർത്താനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇപ്പൊ ഓക്സിജൻ പോലെ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന പോഷകങ്ങൾ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഒരു ദിവസക്കൂലി നടത്തുന്ന ദിവസത്തൊഴിലാളി പോലും അയാൾക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു IMCയുടെ ഒരു സ്പർശം, ഒരു തുള്ളി സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു തുള്ളി ഔഷധ ഗുണം നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാം. 1 രൂപയെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. കുറച്ച് അഗ്രസീവായിട്ട് നീങ്ങിയാൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഒരു സമയത്ത് മിഷൻ 90യുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് 1-2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നീതി ആയോഗിന്റെ, കാരണം ഈ മാർക്കറ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ പറയാണ് 2 ലക്ഷം കോടി ഉണ്ട്, അത് 20% ഗ്രോ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും അത് മനസ്സിലാവുണ്ടാവില്ലേ. ഞാൻ പറയുന്നത് 2018 മറ്റോ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. നീതി ആയോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന്റെ സിഇഒ ആണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു വളരെ തലയുള്ള ഒരാളായിരുന്നു. അദ്ദേഹം നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യയെ പരിവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അതിന്റെ സിഇഒ ആയിട്ടുള്ള പ്രഭാത് കാന്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാനിപ്പോ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാൻ അതിനെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കാം.
അമിതാഭ് കണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ 1 മിനിറ്റ് 13 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് കാണൂ, അത് കഴിഞ്ഞിട്ട് ഞാനത് industry. And that industry globally is about $200 billion. In India, it's close to about 2 billion. And it's expected to grow to $6 billion in the world. And again, there is a study from UN which says 70% of the adult population across the world do not even eat minimum fruits and vegetables, which are നോക്കൂ, മിനിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ലോകത്തെ 70% ആളുകളും കഴിക്കുന്നില്ല. എന്താണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും? എന്തിനു വേണ്ടിയിട്ടാണ്? ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ എല്ലാ ദിവസവും നമുക്ക് വേണ്ട പോഷകങ്ങൾ, വൈറ്റമിൻസും മിനറൽസും ലഭിക്കുന്നത് ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നാണ്. 70% ആൾക്കാർ അത് കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക, എത്ര സങ്കടകരമാണ് മനുഷ്യന്റെ അവസ്ഥ. prescribed as per the UN standards. And therefore, I think dietary supplements, vitamins, minerals, and dietary supplements really add a lot of that stability to what you intake. And therefore, it is very essential that we take a holistic approach to what we call the supplement industry. നോക്കൂ, സപ്ലിമെന്റ് ഇൻഡസ്ട്രിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോ 2 ലക്ഷം കോടി എന്ന് പറയുന്ന സപ്ലിമെന്റ് ഇൻഡസ്ട്രി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, ആളുകൾ അതിലേക്ക് തിരിയുന്നതിന്റെ ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ച് കൊറോണ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കും. ഇത് വേറെ ആരുമല്ല പറയുന്നത്, നീതി ആയോഗിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ സിഇഒ ആയിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്നത്. Selling has, I think, a lot of potential in India, and when I look at some of the key, indices. Direct selling has a very key role in India എന്ന് അദ്ദേഹം പറയുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് ഭയങ്കര സാധ്യതയുണ്ട്, ഡയറക്ട് സെല്ലിന് ഭയങ്കര സാധ്യതയുണ്ട്. കാരണം ഇത് ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു വ്യവസായമായതുകൊണ്ട് ഇതിന് വളരെ വലിയ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. Only 0.4% of the total retail trade is direct selling in India right now. മൊത്തം നടക്കുന്ന റീറ്റെയിൽ ട്രേഡിൽ ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതിലെ 0.4% ഇപ്പോ ഡയറക്ട് സെല്ലിംഗ് വഴി ആളുകൾ വാങ്ങുന്ന കൾച്ചർ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് വരുന്ന വർഷങ്ങളിൽ വളരെ വലിയ ഒരു സാധ്യതയാണുള്ളത്. And the number of people who are connected with direct selling today are 6 million, and the potential there is close to about 18 million. So I think ഇത് 6 മില്യൺ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് 60 ലക്ഷം പേര് അന്ന് ഉണ്ടായിരുന്നുള്ളൂ 2018. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് 1 കോടിയിൽ പരം ആളുകൾ നിന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ 1% പോലും ആയിട്ടില്ല എന്ന് ഓർക്കണം. 141 കോടി ജനമുണ്ട് ഇപ്പോഴും ഇന്ത്യയിൽ. The potential is huge. Already the industry is at about 7,200 crores. അദ്ദേഹം ഇത് സംസാരിക്കുമ്പോ ഇൻഡസ്ട്രി 7,200 കോടിയാണ്, ഇപ്പോ നമുക്ക് 25,000 കോടിയാണ്. എത്ര വളർന്നിട്ടെന്ന് ആലോചിക്കുക. ഇത് 2018-ലോ 19-ലോ ഉള്ള ഒരു വീഡിയോ ആണ്. സോ വി ഹാവ് ഗ്രോൺ 4 ടൈംസ് ആയിട്ട് വളർന്നിട്ടുണ്ട് നമ്മൾ. And it expected to grow to 65,000 crores. 65,000 കോടിയിലേക്ക് ഇത് പോകുന്നു അദ്ദേഹം പറയുമ്പോ ഇത് സംസാരിക്കുന്നത് പൊട്ടനല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പലപ്പോഴും ഈ വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. കാരണം ആളുകള് നിങ്ങൾ ഇതും കൊണ്ട് ചെല്ലുമ്പോ നിങ്ങൾ എന്തോ ഒരു പൊട്ടത്തരം ചെയ്യുന്ന പോലെ ആൾക്കാർ നോക്കാനും കാണാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം ആളുകളിലേക്ക് ഇത് എത്തുന്നതേ ഉള്ളൂ. അതാണ് നമ്മുടെ അവസരം. ഇത്തരം വീഡിയോകൾ കാണിക്കുകയും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യലാണ് നമ്മുടെ അവസരം. And that, to my mind, the story for direct selling has just begun in the country. ഈ രാജ്യത്ത് ഡയറക്ട് സെല്ലിങ്ങിന്റെ കഥ തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്ന വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അമിതാഭ് കണ്ട്, നീതി ആയോഗിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അതുപോലെ തന്നെ വേറൊരു വീഡിയോ കാണിക്കാം. ഇതിപ്പോ ഈ അടുത്തിടയ്ക്ക് വന്നൊരു വീഡിയോ ആണ്. I'll just show you. India doesn't need more surgeons in the coming years. It needs more health coaches. Because if people learn how to live a healthy lifestyle early on, they won't need treatment later. എന്താ പറയുന്നത്? ഇന്ത്യക്ക് സർജന്മാരെ അല്ല വേണ്ടത് വെൽനസ് കൺസൾട്ടൻസിനെയാണ്. ഒന്നുകൂടി അത് കേൾപ്പിക്കാൻ നിങ്ങൾ. ഇന്ത്യക്ക് ഡോക്ടർമാരെ അല്ല ഇനി കൂടുതൽ വേണ്ടത്, സർജറി ചെയ്യുന്ന ആൾക്കാരെ അല്ല വേണ്ടത് കൂടുതൽ കൺസൾട്ടൻസിനെയാണ്. കാരണം അവരുണ്ടെങ്കിൽ പിന്നീട് സർജറി വരേണ്ട അവസ്ഥ ഉണ്ടാവില്ല. India doesn't need more surgeons in the coming years. It needs more health coaches. Because if people learn how to live a healthy lifestyle early on, they won't need treatment later. ഹെൽത്ത് കോച്ചുകളെയാണ് ആവശ്യം. കാരണം അവർക്ക് തുടക്കം തന്നെ അവബോധം സൃഷ്ടിച്ചാൽ പിന്നീട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. The ability to help people heal
before they ever reach a hospital bed. ഒരു ഹോസ്പിറ്റൽ കിടക്കയിൽ, ആശുപത്രി കിടക്കയിൽ എത്തുന്നതിന് മുമ്പ് അവർ സുഖപ്പെടുക എന്ന് പറയുന്ന ഒരു സംഗതി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. As health and wellness coaches, they get to use all of it fully. Who is serious about making this shift, about having freedom of time and money, there is really no reason to look anywhere else in India. ഇന്ത്യയിൽ നിങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും ഉണ്ടാക്കാൻ എന്തെങ്കിലും വഴികൾ തേടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഈ മാർക്കറ്റ് തന്നെ നിങ്ങളെ കോടീശ്വരനാക്കാൻ പര്യാപ്തമാണ്. അത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ള, വളരുമെന്ന് ഉറപ്പുള്ള, 100% വളർച്ചാ സാധ്യത ഉണ്ടെന്ന് ഉറപ്പുള്ള, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള, മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിൽ ആ മേഖല ഉപയോഗിച്ചുകൊണ്ടുള്ള വെൽനസ് ഇൻഡസ്ട്രിയുടെ വളർച്ച അതുപോലെ തന്നെ വളരുമെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ആ വളർച്ചയുടെ ഭാഗമായിട്ട് 40% ഷെയർ ടീമിലേക്കും 10% നമുക്കും പോക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സാധ്യതയാണ് IMC നമ്മുടെ മുമ്പിൽ തരുന്നത്. ലോകത്തിന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഡ്രൈവർ സീറ്റിൽ ഇന്ത്യ ഉണ്ടാവും. ആ ഡ്രൈവർ സീറ്റിൽ ഇന്ത്യ ഉണ്ടാവും എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഏത് കമ്പനി ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നിസ്തർക്കം പറയാം, IMC അവിടെ ഉണ്ടാവും. കാരണം 75% വരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എക്സ്ട്രാക്റ്റുകൾ വഴി പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നു. മറുവശത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിരന്തരമായിട്ടുള്ള നല്ല വരുമാനവും ലഭിക്കുമ്പോൾ ആരും വിട്ടുപോവില്ല, നിലനിന്നു മുന്നോട്ട് പോകും. അതാണ് കണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ 100-ൽ ഒരാളെ സ്പർശിച്ചു കഴിഞ്ഞ ഒരു കമ്പനിയായിട്ട് ഇത് മാറി. Everything they need is already inside this one program. All they have to do is register. എന്താ ആകെ ചെയ്യേണ്ടത്? ഇതിന്റെ ഭാഗമായി മാറുക, IMCയുടെ ഭാഗമായി മാറുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു 37 സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ്, പക്ഷെ അത് വളരെ പവർഫുൾ ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. ഇനി എന്താണ് എന്താ പറയുന്നത്? ദീപക് ചോപ്ര എന്താ പറയുന്നത് നോക്കാം. You say that aging is a mistake. Well, when I was researching this book, I found that we have some real misconceptions about the aging process. For example, almost everybody believes that aging is fatal. But you look at the data and you find nobody really dies of old age. ഇതാണ് നമ്മുടെ ഒരു വളരെ ശക്തമായിട്ടുള്ള നമ്മുടെ സർവേ ഫോമിൽ പെടുത്തിയിട്ടുള്ള ആദ്യത്തെ വാചകം തന്നെ ഇതാണ്. ആരും പ്രായമായത് ഒരു അസുഖമല്ല, പ്രായമാകൽ ഒരു അസുഖമല്ല, പ്രായമായതുകൊണ്ട് ആരും മരിച്ചു പോയിട്ടുമില്ല. ഇവള് മരിക്കുന്നത് പ്രായത്തിനോടനുബന്ധിച്ച് വരുന്ന അസുഖങ്ങൾ വരുന്നതുകൊണ്ടാണ്, വിച്ച് ഈസ് ലാർജ്ലി പ്രിവെന്റബിൾ ആൻഡ് റിവേഴ്സിബിൾ. അത് നമുക്ക് തടയാനും കഴിയും, ആ രോഗാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനും കഴിയും, തിരിച്ചു വരാനും കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. Die of diseases that accompany old age, which are largely preventable. Everybody believes that aging is irreversible. Now, that's also a misconception. പ്രായം തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് പലരും വിചാരിക്കുന്നത്. അതും തെറ്റാണ്. നിങ്ങളുടെ പ്രായം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, നിങ്ങൾക്ക് യൗവനം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? ഇഫ് യു റിമൂവ് ടോക്സിൻസ്, ബോഡിയിൽ നിന്ന് റിമൂവ് ടോക്സിൻസ്. അത് നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് ഹിമാലയൻ ബെറി ഉണ്ട്, നമുക്ക് ധാരാളം ആന്റി ടോക്സിൻ റിമൂവർ ആയിട്ട് ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്, അലോവേരയുണ്ട്. ഇതൊക്കെ ടോക്സിൻസ് കളയുന്ന സാധനങ്ങളാണ്. Because if you remove toxins from your body, if you learn to get the stress out of your life through meditation, നമ്മൾ യോഗ, മെഡിറ്റേഷൻ പോലുള്ള സംഗതികൾ വഴി സ്ട്രെസ് കളഞ്ഞാൽ, നമുക്ക് ടോക്സിൻസ് കളയാൻ കഴിഞ്ഞാൽ, ഇഫ് യു ചേഞ്ച് യുവർ എൻവറോൺമെന്റ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സംസാരിക്കുന്നതിനെ കുറിച്ചാണ്, നമ്മൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. നമുക്ക് യാതൊരു തരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ല. നമ്മൾ ആളുകൾക്ക് സർവീസാണ് കൊടുക്കുന്നത്. ഒരാൾ വേണ്ടാന്ന് പറഞ്ഞാൽ അത് അയാളുടെ മാത്രം നഷ്ടമാണ്, നമ്മുടെ നഷ്ടമല്ല. നമ്മുടെ ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. If you change your environment and if you undergo certain procedures like increase antioxidants in your diet. കണ്ടോ, ബോഡിയില് നമുക്ക് എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ആന്റി ഓക്സിഡന്റ് കൊണ്ടുവന്നു. നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ് ഹിമാലയൻ ബെറി പോലെ. അപ്പൊ ഹിമാലയൻ ബെറി പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ആക്ച്വലി റിവേഴ്സ് ദ ബയോളജിക്കൽ മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ചുളിവുകൾ, മുഖത്തെ ചുളിവുകൾ, ശരീരത്തിലെ ചുളിവുകൾ, ക്ഷീണമില്ലായ്മ, ശരിക്കും പ്രകാശപൂരിതമാവും നിങ്ങളുടെ മുഖം, വെട്ടിത്തിളങ്ങും ഹിമാലയൻ ബെറിയൊക്കെ കഴിച്ചാൽ. അപ്പൊ അത് IMCയിൽ വന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മുഖം കണ്ടറിയാം IMCയിലെ പ്രവർത്തനമാണോ ഇല്ലയോ. അത്രമാത്രം വ്യത്യാസമാണ് ഉണ്ടാവുക. ഒരു തുളസിയുടെ വെള്ളം എക്സ്ട്രാക്ട് കഴിച്ചാൽ പോലും ആ ഡിഫറൻസ് നമുക്ക് കാണാം എന്നുള്ളതാണ്. You can actually reverse the biological markers of aging, like your hormone levels will reverse. There's a sex steroid called dehydroepiandrosterone sulfate. Lost me there. DHEA for short. And as people grow old, this sex steroid, it goes down, but you can actually reverse it through these procedures.
നോക്കൂ, പ്രായമാകുന്ന ആളുകൾക്ക് കണ്ടുവരുന്ന സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ പോലും തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. അതായത് പ്രായം മാത്രമല്ല കുറയ്ക്കുന്നത്, പ്രായം ചെറുപ്രായത്തിൽ ഉണ്ടാകുന്ന അതേ കാര്യങ്ങളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. You can change the blood pressure, you can improve your hearing, you can നിങ്ങൾക്ക് BP കുറയ്ക്കാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ കേൾവി ശക്തി തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, നിങ്ങൾക്ക് കാഴ്ച ശക്തി നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ improve പറ്റും. your eyesight. In short, all the things that we think go with the aging process are reversible. Most people think നിങ്ങൾ കരുതുന്ന ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതുന്ന ഒക്കെ തിരിച്ചു വരാൻ കഴിയും. ഇത് സംസാരിക്കുന്നത് വിനോദ് നമ്പൂതിരി അല്ല, ഡോക്ടർ ദീപക് ചോപ്രയാണ്. ലോകത്തെ ഏറ്റവും ആളുകൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഇന്ത്യയിൽ ജനിച്ച് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. aging is normal. But what's normal? സർജനാണ്. Perhaps we are confusing the normal with the psychopathology of the average, which is dull and uninteresting. I mean, there are people who are 25 and look ആളുകൾ പറയും അതൊക്കെ നോർമൽ അല്ലേ, പ്രായമാകുമ്പോ അസുഖങ്ങൾ വരില്ലേ, പ്രായമാകുമ്പോ ബുദ്ധിമുട്ടുകൾ വരില്ലേ എന്നൊക്കെ ആളുകൾ പറയും. അതൊക്കെ നോർമൽ അല്ലേ എന്ന് പറയും. പക്ഷെ അവര് നോർമൽ എന്ന് വിളിക്കുന്നത് ഒരു എന്താ പറയാ ആവറേജ് ശരാശരിയിലും താഴെയുള്ള ആളുകളുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. 25 വയസ്സേ ഉള്ളൂ, പക്ഷെ അവന്റെ നിപ്പ് വേണ്ട 40 തോന്നുന്ന എത്രയോ ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, വയസ്സിനെ പോലെ ഇരിക്കുന്നത്. പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രായം 20, 25, 30 ഉണ്ടാവുള്ളൂ, പക്ഷെ അവരുടെ ചലനങ്ങള് ഒരു കിഴവനെയാണ് ഓർമ്മിപ്പിക്കുക. അതേസമയം 70, 80 വയസ്സുള്ള ആൾക്കാർ നല്ല പയറ് പോലെ നടക്കുന്നത് കണ്ടിട്ടുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. കാരണം അവർ എക്സൈറ്റഡ് ആണ്. അപ്പൊ അൺഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു രസവുമില്ല, രസം കൊല്ലികളായിട്ടുള്ള ആളുകളുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മമ്മൂട്ടിയുടെ കാര്യം ആലോചിച്ച് നോക്കൂ, നരേന്ദ്രമോദിയുടെ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഇഷ്ടം പോലെ ആളുകളെ നമുക്ക് ചുറ്റും കാണാം. എത്ര പ്രായമായിട്ടും അവര് ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ ഉത്സാഹത്തോടു കൂടി ഓടി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യേണ്ട അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ്, അല്ലാതെ സമൂഹത്തിലെ ആവറേജ് ആൾക്കാരുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ വിഡ്ഢിയായി പോകും. look 40 and behave like 40. There are people who are 60 and behave and have the biology of a person who's 30. And what we say is that was just they had good genes. No, but that's another misconception. We ചിലപ്പോ പറയും, ആൾക്കാർ പറയും അതൊക്കെ പാരമ്പര്യമാണ്, പാരമ്പര്യമായിട്ട് ആളുകൾക്ക് കിട്ടുന്നതാണ് ഈ പറയുന്ന ജീനുകൾ നല്ലതാണെങ്കിൽ ഇതൊക്കെ ആരോഗ്യം കിട്ടും, ആയുസ് കൂടുതൽ ജീവിച്ച അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയുസുണ്ടാവും. പക്ഷെ അതിന് ആകെ 3% ഫാക്ടറി ഉള്ളതാണ് അദ്ദേഹം പറയുന്നത്, വെറും 3%. think that aging has a genetic component, and yet that's only a very partially true statement. If your parents lived up to be more than 80 years, it adds only 3 years to your life. But you can do things with your stress in the life, with the toxins in your environment, with your food, with your lifestyle, that can add 30 to 50 years, much more time to your life, and not only life to your years, but years to your life, both. നോക്കൂ, ആഡിങ് ലൈഫ് ടു യുവർ ടൈം ആൻഡ് ആഡിങ് ടൈം ടു യുവർ ലൈഫ് എത്ര ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന പോഷകാഹാരങ്ങൾ കഴിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് 30 മുതൽ 50 കൊല്ലം വരെ ആഡ് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത്. എങ്ങനത്തെ വർഷം? വടികുത്തി പിടിച്ച് വയ്യാതെ കിടക്കുന്ന വർഷങ്ങളല്ല കൂട്ടിക്കിട്ടുന്നത്. വളരെ ചുറുചുറുക്കോട് കൂടിയുള്ള ഒരു 30-50 കൊല്ലം ആഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കഴിയും, നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. Quality and the quantity, and that you override the genes. Most people think aging is universal, but there are organisms in this world that never age. Like microorganisms, like protozoa, like certain other species like the hydra. They keep up their metabolism in such a way that their catabolism... No, but they're not human beings. ഈ ലോകത്ത് പ്രായമാവാത്ത പല ജീവികളും ഉണ്ട്. ആ ജീവികളെ കുറിച്ച് പറയാണ്. ആ ജീവികളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയാൻ നോക്കുന്നതിനിടയിൽ ഇവര് ഇന്ററപ്റ്റ് ചെയ്യണം. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്: കാറ്റബോളിസം, അനബോളിസം. ഒന്ന് നശീകരണം, ഒന്ന് നിർമ്മാണ പ്രവർത്തനം. ഈ നശീകരണത്തിനൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനം ഈക്വേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് ഒരിക്കലും പ്രായമാവില്ല, അവർ അതേപോലെ നിലനിൽക്കും. ഇവര് പറയുന്നു അത് മറ്റു ജീവികളല്ലേ, മനുഷ്യനല്ലല്ലോ. പക്ഷെ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് എടുത്തും പ്രായമാകുമെന്ന് മനസ്സിലാകുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ഈ ലോകത്ത് പ്രായമായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള ബോധ്യമുള്ള, അവബോധമുള്ള, പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ന് തോന്നലുണ്ട ഒരേ ജീവി മനുഷ്യനായതുകൊണ്ട് ഈ പറയുന്ന എല്ലാ മൈക്രോ ഓർഗാനിസവും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അതിന്റെ ഫീഡ്ബാക്ക് മെക്കാനിസവും ലൂപ്പും എടുത്ത് അവനവന്റെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കാൻ കൊണ്ടുവരുന്ന കഴിയുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. വളരെ ഡെപ്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. Listen, they're part of nature. What it means is that in nature there are mechanisms
And we have a biological clock that can respond to mechanisms. We are the only species, as we said earlier, who's aware of this, so we can change it. Right, because we're the only species that knows we're aging when we're aging. That's right. And to know that, you have a feedback loop of information. You can use that to influence the whole process. Right, that's why people say you're only old as you think, because it's that whole 40 thing. Absolutely. I'm going to be 40 and people are already asking me, how are you going to feel? Right, exactly. And when in fact, now science tells us that our biological potential is at least, and I don't even buy that, I think it's much more, but current prevailing scientific wisdom says our biological potential is 130 years, which means നോക്കൂ 130 വയസ്സ് വരെ ഈസി ആയിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒന്നാണ് മനുഷ്യൻ എന്ന് ബയോളജിക്കലി പ്രൂവൺ ആണ്, തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ബയോളജിക്കലി നമ്മുടെ കപ്പാസിറ്റി 130 അതായത് ഇന്ന് നിങ്ങൾ 70 വയസ്സുള്ളതെങ്കിൽ പോലും നിങ്ങൾ ഇന്ന് എന്താണ് ചെറുപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് മധ്യവയസ്കനെ ആയിട്ടുള്ള 70 വയസ്സിൽ till you're 70, you don't even begin middle age. This is the best time of your youth. Yes! ഇതൊന്ന് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, അത്രമാത്രം ഇമ്പാക്ട്ഫുൾ ആണ് ഈ ഉൽപ്പന്നങ്ങൾ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ടച്ച് ചെയ്യുന്നത്. കാരണം ആരോഗ്യം ഇല്ലെങ്കിൽ സമ്പത്ത് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഒരു ആരോഗ്യവും ഇല്ലാത്ത ഒരാൾക്ക് എത്ര സമ്പത്ത് കിട്ടിയാലും ലൈഫിനെ ആസ്വദിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന ആരോഗ്യമാണ്. ആ ആരോഗ്യം നിലനിർത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ തെറ്റുകൾ തിരുത്താനും പിന്നീട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റും. ഇവിടെ വെറും ഒരു 12 ആഴ്ച നിങ്ങളൊന്ന് ഇറങ്ങി ഒരു സർവേ എടുക്കാൻ പഠിച്ചാൽ പോലും, ഒരു ദിവസം 20 സർവേ എടുക്കാൻ പറ്റിയാൽ നിങ്ങൾ വേറൊരു ലെവലിലേക്ക് എത്തും. അതാണ് എന്റെ പറയാനുള്ളത്. വേറൊരു ലെവലിലേക്ക് നിങ്ങളുടെ ജീവിതം എത്താൻ വെറും ഒരു സർവേ കഷ്ണം മതിയാവും. അത്ര ഇമ്പാക്ട്ഫുൾ ആണ് IMCയെ സമയത്തോളം എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഈ പ്രവർത്തനം നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഉള്ള പ്രവർത്തനം നടത്തുമ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നതിന്റെ പ്രയോജനം അദ്ദേഹം പറഞ്ഞു 130 വയസ്സ് വരെ ജീവിക്കുന്നത്. വേറൊരു സംഗതി നിങ്ങൾ കേട്ടുള്ളൂ, ഇതിന് ഈ ആരോഗ്യം എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെങ്കിൽ പ്രായം 100 കടക്കുന്നതിന് ആരോഗ്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യമാണ് അത്ര സോഷ്യൽ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ടുള്ള പോക്കിന് നിങ്ങളെ 100 കടത്താൻ പറ്റുന്ന തെളിയിക്കുന്ന മറ്റൊരു വീഡിയോ ആണ്. ഇതൊന്ന് കണ്ടു നോക്കും. So what does it take to live to 100 or beyond? As you will see, the answer is not what we expect. Julianne Holt-Lunstead is a researcher at Brigham Young University, and she addressed this very question in a series of studies of tens of thousands of middle-aged people, and she looked at every aspect of their lifestyle, their diet. ടെൻസ് ഓഫ് തൗസൻഡ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 10,000-കണക്കിന് ആളുകളെ മധ്യവയസ്സ് മുതൽ പിന്തുടർന്ന ഒരു സ്റ്റഡിയാണ് പറയാൻ പോകുന്നത്. അമേരിക്കയിൽ മധ്യവയസ്കരെ എന്ന് പറഞ്ഞാൽ അവര് 40-ലോ 45-ലോ 50-ലോ ഉള്ള സമയത്ത് മുതല് 10,000-കണക്കിന് ആൾക്കാരെ നിരീക്ഷിച്ചുകൊണ്ട് നടത്തിയ ഒരു പഠനം. ആ പഠനത്തിൽ ആരൊക്കെയാണ് 100 കടന്നതെന്ന് ചെക്ക് ചെയ്യുകയും ആ 100 കടക്കാൻ അവരെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയപ്പോ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് അവര് ചിലപ്പോൾ സ്മോക്ക് ചെയ്തതായിരിക്കാം, സ്മോക്ക് ഇല്ലാത്തോണ്ടായിരിക്കാം അവർ 100 കടന്നത്, അല്ലെങ്കിൽ മദ്യപിക്കാത്തോണ്ടായിരിക്കാം 100 കടന്നത്, BP കുറഞ്ഞുകൊണ്ടായിരിക്കാം, തടി ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ ഏറ്റവും ടോപ്പിൽ വന്ന 2 കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. Diet, their exercise, their marital status, how often they went to the doctor, whether they smoked or drank, etc. She recorded all of this, and then she and her colleagues sat tight and waited for 7 years to see who would still be breathing. And of the people left standing, what reduced their chances of dying the most? That was her question. So let's now look at her data in summary, going from the least powerful predictor to the strongest. Whether you're lean or overweight, you can stop feeling guilty about this because it's only in 3rd place. How much exercise you get is next, still only a moderate predictor. Did anybody here know that having a flu vaccine protects you more than doing exercise? And getting towards the top predictors are 2 features of your social life. First, your close relationships. These are the people that you can call on for a loan if you need money suddenly, who will call the doctor if you're not feeling well, or who will take you to the hospital. നിങ്ങൾ 100 കടക്കുമെന്ന് ഉറപ്പാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കിയപ്പോൾ ഞെട്ടിക്കുന്നതായിരുന്നു റിസൾട്ട്.
അവര് 100 കടക്കാൻ ഏറ്റവും അധികം സഹായിച്ച 2 ഘടകങ്ങൾ മെഡിക്കൽ അല്ല, പകരം അത് സാമൂഹ്യപരമായിരുന്നു. എന്ന് പറഞ്ഞാൽ സോഷ്യൽ കോണ്ടാക്റ്റുകളിലൂടെ ഒറ്റയ്ക്കുള്ള ഏകാന്ത ജീവിതം നയിക്കാതെ പാലുകാരനോടും പത്രക്കാരനോടും വർത്തമാനം പറഞ്ഞ് കടകളിൽ സംസാരിച്ച് വെറുതെ മാർക്കറ്റിൽ കാണുന്നവരോടും ചിരിച്ച് കുശലം പറഞ്ഞ് നടന്ന് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ഉടനെ വിളിച്ചാൽ ആശുപത്രിയിൽ എത്തിക്കാനും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാനും അല്ലെങ്കിൽ 10 രൂപ പെട്ടെന്ന് ആവശ്യം വന്നാൽ വിളിച്ചു ചോദിക്കാനും ഒക്കെ ആളുകൾ ഉള്ളവര് കൂടുതൽ കാലം ജീവിച്ചു എന്നാണ് മനസ്സിലാക്കുക. ആലോചിക്കണം. അപ്പൊ കൂടുതൽ കാലം ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനം ഏർപ്പെടണം. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, IMCയിൽ പ്രവർത്തിക്കുന്നത് പോലും നിങ്ങളെ 100 വയസ്സ് കടത്താൻ പര്യാപ്തമാണെന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ കഴിക്കുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, സംതൃപ്തി, കൂട്ടായ്മയുടെ ഒരു സുഖം, ഒറ്റയ്ക്കല്ല ചെയ്യുന്ന ഒരു തോന്നല്. അങ്ങനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ പലരും നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമായി മാറുന്ന പോലെ തോന്നും. സ്വന്തമാക്കപ്പെടും പലരും. ഇതുവരെ ഭാര്യയും ഭർത്താവും മക്കളും മാത്രമുള്ള ഒരു ലോകത്ത് പുതിയ ആളുകൾ കയറി വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാരൊക്കെ കൂടുതൽ കാലം ജീവിക്കുന്നതിന്റെ കാരണം എന്താ? ഇത് തന്നെ കാരണം. അവരിങ്ങനെ എന്നും ആളുകളായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സംഗതിയാണ്. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം കേട്ടോ പറയണേ. ആദ്യത്തെ കാര്യം പറയുമ്പോൾ അതിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടാവും. Or who will sit with you if you're having an existential crisis, if you're in despair. Those people, that little clutch of people, are a strong predictor, if you have them, of how long you'll live. ആലോചിച്ച് നോക്കൂ, അങ്ങനെ കുറച്ച് ആൾക്കാർ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കുന്ന പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിന്നെ കൊണ്ട് പറ്റൂടാ, ഞാനില്ലേടാ കൂടെ, നിനക്ക് എന്താ വിഷമം, ഞാനുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിജയിക്കാൻ പറ്റില്ല, ഇതിനകത്ത് എന്താ പ്രശ്നമുള്ളത്, നമുക്ക് ഇറങ്ങിത്തിരിക്കാം, 1-2 ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു തരുന്നത് ഈ മാർക്കറ്റ് ഇല്ലാണ്ടാവുമോ? ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് വെറുതെ ഇട്ടിട്ട് പോകാനായിട്ട് ഈ വിവരമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് വിലയില്ലാത്തവരായി കാണപ്പെട്ടു എന്ന് വിചാരിച്ച് നിർത്തേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഇനി മുമ്പോട്ട് വരാടാ. എവിടെ നിലത്ത് വീണ പിന്നെ താഴേക്ക് ഇനി പോകാൻ പറ്റുമോ? മുകളിലേക്കല്ലേ ഇടാ പോകാൻ പറ്റുള്ളൂ. നിനക്ക് കഴിയുമെന്ന് നമ്മളോട് 100 തവണയല്ല 1000 തവണ പറയുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. 5 പൈസ കിട്ടിയില്ലെങ്കിൽ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം. പലപ്പോഴും വീട്ടിലിരിക്കുന്ന ആളുകൾ ടോക്സിനുള്ളവരാണ്, ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്. പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് തുറന്ന ആൾക്കാര്, ഹെൽപ്പ് ചെയ്യാൻ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ, സ്വന്തം അപ്പൻ പോലും ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ആൾക്കാർ, സ്വന്തം വീട്ടുകാർ ചെയ്യാത്ത കാര്യങ്ങൾ, സ്വന്തം ഭാര്യ ഭർത്താവോ ചെയ്യാത്ത ആൾക്കാർ, മക്കൾ ചെയ്തു തരാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ ആളുകൾ ഉണ്ടാവുന്നു, സഹായിക്കാൻ ആളുണ്ടായിരുന്നു. നിങ്ങളുടെ വിജയമാണ് അവരുടെയും വിജയം. പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ പലപ്പോഴും കോടിക്കണക്കിന് രൂപയുടെ ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ അത്രയും വിലയുള്ള പല ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ സൗജന്യമായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. വ്യക്തിത്വ വികസനം, അവൻ അറിയാതെ ഈ ബിസിനസ് മാത്രമല്ല വളരുന്നത്, വ്യക്തിയും വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ആലോചിച്ച് നോക്ക്. അത് ഞാൻ പറയുന്നത് ഈ ഉൽപ്പന്നങ്ങൾക്കും അപ്പുറത്ത് ഈ പ്രവർത്തനത്തിൽ നിങ്ങൾ മുഴുകുമ്പോൾ കിട്ടുന്ന ഒരു കിക്കാണ്. അത് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, കാരണം ഐ ഹാവ് ബീൻ ഡൂയിങ് ദിസ് ഫോർ ദ ലാസ്റ്റ് 32 years. ഒരു കോർപ്പറേറ്റ് ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം ട്രെയിനിങ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നോ എപ്പോഴെങ്കിലും ട്രെയിനിങ് കൊടുത്ത് വിടുക എന്നല്ലാതെ അവരൊക്കെ നിരന്തരമായി കാണേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. നിങ്ങളുടെ ജോലി സ്ഥലത്ത് പുറത്തിറങ്ങിയാൽ നിങ്ങൾ എത്ര പേരുമായിട്ട് കോണ്ടാക്ട് വെക്കാറുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. യു നെവർ ഡു ദാറ്റ്. നിങ്ങൾ പഠിപ്പിച്ചിറങ്ങുന്ന അധ്യാപകർ പഠിപ്പിച്ചിറക്കിയ കുട്ടികൾ എത്ര പേര് കല്യാണത്തിന് വിളിക്കാറുണ്ട് അവരെ? അവരുടെ ജീവിതത്തിൽ അവരൊരു സീരിയസ് ആയിട്ടുള്ള ആളായിട്ടേ തോന്നുന്നില്ല. ഇവിടെ അങ്ങനെയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 പേരുടെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ പേരുണ്ടാവും. അത്തരത്തിലുള്ള ഒരു വലിയ സാധ്യതയാണ് അവിടെ ഉള്ളത്. ഇനി എന്താണ്? And then something that surprised me, something that's called social integration. This means how much you interact with people as you move through your day. How many people do you talk to? And these mean both your weak and your strong bonds. So not just the people you're really close to who mean a lot to you, but like, do you talk to the guy who every day makes you your coffee? Do you talk to the postman? Do you talk to the woman who walks by your house every day with her dog? Do you play bridge or poker or have a book club? Those interactions are one of the strongest predictors of how long you live. നോക്കൂ, നിങ്ങൾ സംസാരപ്രിയനാണെങ്കിൽ, നിങ്ങൾ കാണുന്നവരോടൊക്കെ വർത്തമാനം പറയുന്ന ശീലം ഉണ്ടെങ്കിൽ നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് 100 വയസ്സും അതിന് മുകളിലേക്കും ജീവിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ആളുകളുടെ കൂട്ടായ്മയിലൂടെ സൗഹൃദങ്ങളും വർത്തമാനം പറയലും മാത്രമേ ഉള്ളൂ, കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ ഈ ബിസിനസ് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കാം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ബിസിനസ്സിൽ 1 രൂപ നിങ്ങൾ നേടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് നിങ്ങൾ 100 വയസ്സ് വരെ ജീവിക്കുന്നതാണ് ഈ സ്റ്റഡി പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളെ കാണിച്ചത്. ഇത്തരത്തിലുള്ള ഒരു ബിസിനസ്സിൽ നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇതില് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ശരിക്കും അപ്പോസ്തലനാക്കി വെച്ചിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഹെഡാക്കി വെച്ചിട്ടുള്ള ഒരാളാണ് എറിക് ബോറി എന്ന് പറയുന്നത്. ലോക പ്രശസ്തനാണ്. അദ്ദേഹം നമ്മളോട് പറയുന്നു എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. കേട്ടു നോക്കാം.
So you want to become an entrepreneur? Let me shoot you straight. A lot of people talking about how hard they're working as an entrepreneur, solopreneur, working from home, network marketer, etc. പലരും പറയാറുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നു, ഞങ്ങൾ ഹാർഡ് വർക്കാണ് ചെയ്യുന്നതെന്നൊക്കെ പലരും അവകാശപ്പെടാറുണ്ടെങ്കിലും സത്യത്തിൽ എന്താണെന്നറിയോ? And in truth, they're hardly working at all. അവരൊന്നും പണിയെടുക്കുന്നതേ ഇല്ല. ഇതിനെപ്പറ്റി ചിന്തിച്ചിരിക്കാന്നല്ലാതെ ഒരു ജോലിക്ക് ആവശ്യം. നിങ്ങൾക്കറിയാം, ഒരു ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ എടുത്ത് എത്ര നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോയി ആ ജോലി സ്ഥലത്ത് ഇറങ്ങി വൈകുന്നേരം വരെ ഇരുന്ന് അവിടെ നിന്ന് തിരിച്ചു വന്ന് ഒരു ദിവസം മുഴുവൻ അതിനുവേണ്ടി അലഞ്ഞു തിരിഞ്ഞ് പെർസെപ്ഷൻ മാനേജ് ചെയ്ത് ക്ഷീണിതരാകുന്ന ആൾക്കാരാണ്. അത്രമാത്രം ജോലി ഉണ്ട്. എന്നിട്ട് എവിടെയെങ്കിലും എത്തണ്ടോ? ഒട്ടില്ല, ജീവിച്ചു പോകാനേ പറ്റുള്ളൂ. ബിസിനസ് ആണെങ്കിൽ ജോലിയെ പോലെയല്ല. വാച്ച് നോക്കി പണിയേണ്ടി വരും, വാച്ച് നോക്കാതെ പണിയേണ്ടി വരും. സ്ട്രെസ് ഉണ്ട്, സ്ട്രെയിൻ ഉണ്ട്, പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഇത് രണ്ടുമില്ല. എന്നിട്ട് ഒരു ജോലിയുടെ അത്രയും കൂടെ പണിയാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. Let me give you the straight scoop. What it takes if you want to build an empire. 40 hours. ഒരു കാര്യം മുഖത്ത് നോക്കി പറയണതിൽ വിഷമമുണ്ടാവുന്നതാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ആയി തീരണം എന്നുണ്ടെങ്കിൽ, എല്ലാ കാലവും വേണ്ട, ആയി തീരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തുടക്കകാലത്ത് വർക്ക് ചെയ്യേണ്ട രീതിയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ 40 മണിക്കൂർ പോലും ഒരാഴ്ചയിൽ പണിയാത്ത ഒരാളാണെങ്കിൽ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചൊക്കെ മറന്നേക്കൂ. നടക്കാത്ത കാര്യമാണ്. നിങ്ങൾ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. Hours a week, you're not even in the game. You 40 are not even in the game. നിങ്ങൾ കളി തുടങ്ങിയിട്ട് പോലും ഇല്ല. hours a week. You know what they call somebody who just puts in 40 hours a week in the workplace? Somebody who just does what's required of them and nothing else. It's not my job. That's നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ജോലിയല്ല, അത് എനിക്ക് പറ്റൂല, എനിക്ക് ഇത് പറ്റൂല, എനിക്ക് അവിടെ വരാൻ പറ്റില്ല, എനിക്ക് ഇവിടെ വരാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് ഇവിടെ ഇതൊക്കെ നമുക്ക് അത് പറ്റില്ല, ഇത് പറ്റില്ല, ഇത് പറ്റില്ല, അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മള് സർവേ നടത്തില്ല, നമ്മള് പ്രൊഡക്റ്റ് കൊണ്ടുപോകില്ല, നമ്മളത് ടേസ്റ്റ് ചെയ്യിപ്പിക്കില്ല, ഇതൊന്നും നമ്മൾ ചെയ്യില്ല. not my job. Somebody else needs to do that job. They call that a person that just gives the minimum, a person that is quiet quitting. And മിനിമം ഇട്ട് കളിക്കാനാണ് പരിപാടിയെങ്കിൽ തുടക്കം മുതലേ മിനിമത്തിൽ നിർത്തി കളിച്ചിട്ട് മാക്സിമം എന്തെങ്കിലും അടിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ ഒരിക്കലും പച്ച പിടിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ആൾമോസ്റ്റ് തീർന്നു. നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്കുള്ള എക്സിറ്റ് ഡോറിലാണ് കിടക്കുന്നത്, യാതൊരു സംശയമില്ലാത്ത കാര്യം. of you that are working 40 hours a week in your side hustle, you're quiet quitting. Now you're thinking that you're like, oh no, I'm really working hard. Sorry, at 50 hours a week, you just start to get into the game. ഗെയിം തുടങ്ങുമ്പോൾ തന്നെ 50 മണിക്കൂറിലാണ്. ഗെയിം തുടങ്ങണ തന്നെ 50 മണിക്കൂറിലാണ്. 60 hours a week, you can begin to experience a breakthrough. At 70 hours a week, you start to have major epiphanies when it comes to growth, attraction, getting the right people. നമ്മൾ പറന്ന് നടന്നാൽ ചെറിയൊരു കാലയളവാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ചെറിയ കാലയളവാണെങ്കിലും കുഴപ്പമില്ല. 90 ദിവസം മതി. നിങ്ങൾ ആ കാലയളവിൽ പാർട്ട് ടൈമർ ആണെങ്കിലും ഒന്ന് കഷ്ടപ്പെട്ടാൽ 5 മണിക്കോ 6 മണിക്കോ 7 മണിക്കോ നിങ്ങളുടെ ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള പാതിര വരെ 5 മണിക്കൂർ ഒന്ന് ഓടി നടന്നാൽ നിങ്ങൾക്ക് ആ വളർച്ച നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ആ സ്പീഡും നിങ്ങളുടെ ആ ഒരു അഗ്രഷനും കാണുമ്പോൾ ശരിയായ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം അവർ നോക്കുമ്പോൾ എവിടെയെങ്കിലും എത്തണ വണ്ടിയായിട്ട് അവർക്ക് തോന്നും, ബോർഡ് വെച്ച വണ്ടിയായിട്ട് തോന്നും. നിങ്ങൾ എങ്ങടെ പോണേന്ന് അവർക്ക് മനസ്സിലാവും. ഇയാൾ എന്തായാലും എത്തും, കൂടെ നിന്നാൽ വിജയിക്കാൻ പറ്റുന്ന അവർക്ക് തോന്നലുണ്ടാവും. ആ ചൂടും ആ കമ്മിറ്റ്മെന്റും ആ എക്സൈറ്റ്മെന്റും ആ തിളക്കലും 100 ഡിഗ്രിയിലെ തിളക്കുള്ളൂ. 95 ഡിഗ്രി വരെ ചൂടാക്കിയിട്ട് വെച്ചോണ്ടിരുന്നാൽ ഒരിക്കലും തിളക്കില്ല. എത്ര വർഷം കഴിഞ്ഞാലും തിളക്കില്ല. വെള്ളം തിളക്കണമെങ്കിൽ മിനിമം ആ ചൂടാക്കി അവിടെ നിൽക്കണം. അത് തിളക്കണം വരെ 100 ഡിഗ്രി വരെ അവിടെ നിൽക്കണം എന്ന് പറയും. എന്നാലേ വെള്ളം തിളക്കുള്ളൂ. ഓരോ തവണ 50 ഡിഗ്രി വരെ ചൂടാക്കിയിട്ട് വെച്ചോണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ചായ കുടിക്കേണ്ടി വരില്ല. നിങ്ങൾ ഒരിക്കലും വെള്ളം തിളക്കൽ കാണുന്നുണ്ടാവില്ല എത്ര വർഷം കഴിഞ്ഞാലും. അപ്പൊ അത് മിനിമം അത് നിങ്ങൾ ചെയ്യണം. ആ മിനിമം പീരീഡ് എങ്കിലും ഓടണം. Around you at 80 hours a week. Now we're talking about people who are building an empire. That's the truth. You think you're doing something special by doing 40 hours a week? And those of you who just want to say, oh, well, what about life and work balance? ചില ആൾക്കാർ പറയും ലൈഫ് വർക്ക് ബാലൻസ് വേണ്ടേ സാറേ, ഇത് തന്നെ ചെയ്താൽ മതിയോ, എനിക്ക് അത് പറ്റുമോ, ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയാ സാറേ കാര്യങ്ങൾ നടക്കണം, ഇത് മാത്രം മതിയോ, ലൈഫും വർക്കും തമ്മിലൊരു ബാലൻസ് ഒക്കെ വേണ്ടേ? അദ്ദേഹം പറയണെന്ന് വെച്ചാൽ എല്ലാ ബാലൻസും കിട്ടും. എപ്പോ നിങ്ങളൊരു എംപയർ ആയി കഴിഞ്ഞാൽ, സാധനം എത്തിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫും കിട്ടും, വർക്കും കിട്ടും, ബാലൻസും കിട്ടും, സമയം കിട്ടും, എല്ലാം കിട്ടും. അതുവരെ ഒരു മണ്ണാങ്കട്ട ഇല്ലാണ്ട് ഓടണം. The kiddie games are down the street. You need to go join the kiddie game. You need to go work for somebody else. And you need to go put in the minimum and hope that they have a good retirement plan and hope that you're മിനിമം ഇട്ടിട്ട് ഒരു റിട്ടയർമെന്റ് പ്ലാനും വലിയൊരു എംപയർ ഉണ്ടാക്കാന്നാണ് നിങ്ങൾ വിചാരിക്കണേ. നിങ്ങളൊരു മൂഢ സ്വർഗത്തിലാണ്. നിങ്ങളൊരു എന്താ പറയാ,
മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് നടക്കുകയാണ്. ഒന്നുമില്ല, അങ്ങനെ ഒരു സംഭവം ഈ ലോകത്തില്ല. നിങ്ങൾ മാക്സിമം ഇടുന്ന എല്ലാ കാലവും വേണമെന്നില്ല. നിങ്ങൾക്ക് ആ മിനിമം വെലോസിറ്റി കിട്ടണവരെ, മിനിമം നമ്പർ ആവണവരെ, മിനിമം വരുമാനം എത്തണവരെ, മിനിമം റാങ്ക് എത്തണവരെ വണ്ട് മൂളണ പോലെ തലയ്ക്ക് ചുറ്റും പെരുത്ത് നടക്കണം. ഒരു 90 ദിവസമെങ്കിലും ആ പ്രാന്ത് പിടിച്ച് നടക്കണം. പ്രാന്ത് പിടിച്ച് നിങ്ങൾ അതിനിടയിൽ ജോലി ചെയ്യുന്നുണ്ടാവും, പല കാര്യം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് 24 മണിക്കൂർ നിങ്ങളെ അസ്വസ്ഥരാക്കി രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴും പ്രോപ്പർ ഉറക്കം കിട്ടാത്ത രീതിയിൽ ചെയ്യാൻ പറ്റിയ അത് ഒരു മാറ്റം ഉണ്ടാക്കും, അതൊരു എനർജി ഉണ്ടാക്കും. ആ എനർജിയിലേക്ക് ആളുകൾ 401k takes care of you because you're not meant for this entrepreneur stuff. Kiddie games are down the street, okay? You want to play this work-life balance stuff? Guess what? Build an empire, you can have all the balance you want. Now, do you need to do 80 hours a week for forever? No. ചാവണ വരെ ആഴ്ചയിൽ 80 മണിക്കൂർ പണിയെടുക്കണം എന്നാണോ ഞാൻ പറഞ്ഞത്? അല്ല, ഞാൻ അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട് ചാവണ വരെ 80 മണിക്കൂർ പണിയെടുക്കണമെന്ന്. പക്ഷെ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് കാര്യങ്ങൾ ആ ചൂട്, ആ ആരംഭശൂരത്വം നിലനിൽക്കുന്ന സമയത്ത് തന്നെ മാക്സിമം വലിച്ചടിച്ച് മുന്നോട്ട് പോകേണ്ടി വരും, പാർട്ട് ടൈമർ ആണെങ്കിൽ. But you need to do it to get to the velocity and the altitude that'll change your life. It's what's going to attract the right people. That type of passion, that type of intensity, that type of commitment, that type of work ethic is. കണ്ട, ഇവിടെ മനസ്സിലായില്ലേ? വർക്ക് എത്തിക്സ്, കമ്മിറ്റ്മെന്റ്. തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ തിരിച്ചു വിളിക്കണം, അല്ലെങ്കിൽ സമയത്തിന് എത്താൻ പറഞ്ഞാൽ സമയത്തിന് എത്തണം, വൈകുന്നേരം ലോഗിൻ ചെയ്യാൻ പറഞ്ഞാൽ ലോഗിൻ ചെയ്യണം സമയത്ത്. ഇത്തരം കാര്യങ്ങളൊക്കെ അതിന് പ്രതിബദ്ധത ആവശ്യമുണ്ട്, കമ്മിറ്റ്മെന്റ് ആവശ്യമുണ്ട്, പാഷൻ ആവശ്യമുണ്ട്, അതിന് ആവശ്യമായിട്ടുള്ള പ്രതിബദ്ധതയും ഫോക്കസും ഒക്കെ ആവശ്യമുണ്ട്. What is the price of entry for greatness? Step in. ജീവിതത്തിൽ എന്തെങ്കിലും വലുതായി ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ കൊടുക്കേണ്ട വിലയാണത്. ടിക്കറ്റിന്റെ പേരാണത് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചർ എന്ന് പറയുന്നത്. To obsession, not just the minimum. The entire world is filled with minimum disease people. What's the minimum I can do? What's the minimum requirement? What's the minimum amount I can get involved? What's the minimum effort I can put in? What's the least I can do? And what's the maximum return? ഇതാണ് ലോകം മുഴുവൻ ചിന്തിക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ. മിനിമം എത്ര രൂപയുടെ സാധനം മേടിക്കണം സാറേ, മിനിമം എത്ര ആൾക്കാരെ ഇവിടെ ചേർക്കണം സാറേ, മിനിമം എത്ര രൂപയുടെ സാധനം ഞാൻ എല്ലാ മാസവും മേടിക്കണം സാറേ, മിനിമം എന്നിട്ടൊക്കെ എന്ത് ചെയ്യേണ്ടത് സാറേ? ഈ ചോദ്യങ്ങളാണ് ഒരാളെ മിനിമത്തിൽ തന്നെ നിർത്തണേ. എന്നിട്ട് മാക്സിമം എന്താ കിട്ടും നോക്കലാണ്. മിനിമം തൊട്ട് മാക്സിമം പിടിക്കാൻ നോക്കുന്ന ആളുകളാണ് ഈ മേഖലയിൽ. അതുകൊണ്ട് തന്നെ സക്സസ് കുറവാണ്. ഇത് മനസ്സിലാക്കി പണിയെടുക്കുന്നവൻ എല്ലാവരും സക്സസ്ഫുൾ ആണ്. That I can get. You know what I would tell you again? The kiddie games down the street. The road to greatness, the road to an empire is paved in hard work. Go after. വലിയ എന്തെങ്കിലും മാറ്റം ഉണ്ടാവണം ജീവിതത്തിൽ നിന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാക്കി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി കുറച്ച് കഷ്ടപ്പെടണം, അതിനെ നിങ്ങൾ സ്നേഹിക്കണം. അതിനെ പെറ്റമ്മ പോലെ കരുതിയാൽ അത് നിങ്ങളുടെ പോറ്റമ്മയെങ്കിലും ആയി മാറുന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് എന്റെ ശരിയായിട്ടുള്ള സംഗതി. അദ്ദേഹം പറയുന്നത് അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് മിഷൻ 90 എന്ന് അദ്ദേഹം പറയുന്നതെന്ന് കേട്ടു നോക്കിക്കോളൂ. ഇതാണ് മിഷൻ 90, 90 ദിവസം ചെയ്യേണ്ട കാര്യം. Hey everybody, this is Eric Worre and welcome to networkmarketingpro.com. One of the things I'm really known for, I think, is the idea of putting together a massive burst of energy in a short period of time. The value in a 90-day game plan. 90 ദിവസം ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ചരിത്രത്തിൽ. കാരണം വളരെ എനർജി തുടിക്കുന്ന 90 ദിവസം കൊണ്ട് വളരെ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. Coming up with an intensive burst to be able to get enough velocity to get off the ground and get to a new altitude. Like when a person has plateaued in their training and they decide they have to change the intensity. They have to increase the intensity to go to the next level. I found that success loves speed. Success is attracted to speed. സക്സസിന് സ്പീഡ് ആവശ്യമുണ്ട്, തുടക്കകാലത്ത് അത് ആവശ്യമുണ്ട്. ഈ ലോകത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള പല നെറ്റ്വർക്കേഴ്സും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം മിഷൻ 90 അല്ലെങ്കിൽ 90 ദിവസം പണിയെടുത്തിട്ട് കോടീശ്വരന്മാരായവരാണ്. അവരെ കോടീശ്വരമായതിന്റെ റീസൺ ചോദിച്ചാൽ, അതിന് കാരണം ചോദിച്ചാൽ, അവരാദ്യം ചൂണ്ടിക്കാണിക്കുക അവരുടെ ആ തുടക്കകാലത്ത് 90 ദിവസത്തേക്ക് വിരൽ ചൂണ്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിലര് എല്ലാ വർഷവും 90 ഡേയ്സ് അടിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നീട് 7 ഡിജിറ്റ് ഇൻകോ 8 ഡിജിറ്റ് ഇൻകോ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 6 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 9 ലക്ഷം വരെയാണ് 6 ഡിജിറ്റ് വരുന്നത്, നിങ്ങൾക്കറിയാം. 7 ഡിജിറ്റ് എന്ന് പറയുമ്പോഴേക്കും അത് 10 ലക്ഷത്തിന് മീതെ പോകും. 8 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ഒരു കോടിയുടെ മീതെ പോകും. ഇങ്ങനെ ചെയ്ത ആൾക്കാരൊക്കെ ഒരു പക്ഷെ ഒരു 5 കൊല്ലം അടുപ്പിച്ച് എല്ലാ വർഷവും ഒരു 90 ദിവസം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ? വേറെ ചെയ്തില്ല. ഇത് എന്റെ അനുഭവത്തിൽ ഞാൻ ആദ്യത്തെ 90 ദിവസം കഴിഞ്ഞ ഏപ്രിൽ മെയ് ജൂണിൽ ചെയ്ത അത്രയും വർക്ക് പിന്നെ ഒരിക്കലും ചെയ്യലുണ്ടായിട്ടില്ല.
ഇപ്പോ ഞാൻ രണ്ടാമത് ചെയ്യാണ്, പക്ഷെ ഇപ്പൊ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ ടീമിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഇമ്പാക്ട് നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പൊ നമ്മൾ ഒരു മിഷൻ 90-ലാണ് ഞാൻ തുടങ്ങുന്നത്. ഇപ്പൊ ഇത് അതിന്റെ തുടക്ക ദിവസമാണ്, അതിനെക്കുറിച്ച് നമ്മളിപ്പോ സംസാരിക്കുന്നു. ഈ മാസം ഇനി 15 ദിവസമുണ്ട്. അത് കഴിഞ്ഞൊരു 30 ദിവസം കഴിയുമ്പോൾ ജൂൺ 30 ജൂൺ 30 മിഷൻ 90-യുടെ പകുതി തീരും. അതിനുശേഷം അഗെയിൻ 45 ഡേയ്സ് ആണ്. ഓഗസ്റ്റ് 15 വരെ, മെയ് 15 മുതൽ, ഇന്നിപ്പോ 16 16 മുതൽ ഓഗസ്റ്റ് 15 വരെ ഒരു ഫിനാൻഷ്യൽ നമ്മളെ ഒരു റെവല്യൂഷൻ, നമ്മുടെ സ്വാതന്ത്ര്യ ദിനം വരുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എല്ലാ കാലത്തെയും വെറുതെ സ്വാതന്ത്ര്യ സമരം വന്നിട്ട് ഫ്ലാഗ് പൊക്കണ മാതിരിയല്ല, ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അടുത്തൊരു 90 ദിവസം നിങ്ങൾ ഒരു പിടിപിടിച്ചാൽ ഞാനുണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. And if you do things in a short burst, if you do things in an increased intensity, you get much bigger results. I've done lots of training on this. I've done a series on the Network Marketing Pro page. I have videos on YouTube talking about the 90-day game plan, how 90 days can change your life. 90 days can change your life. Magic of the 90-day game plan, where I really push people. I really map out the game plan. I teach them exactly, step by step by step by step, how to prepare for a 90-day game plan, how to pre-launch your 90-day game plan, how to do the launch of it, how to launch it, and how to finish a 90-day game plan. One 90-day game plan a year can put you to legendary status in 5 years. അല്ല, 5 കൊല്ലം കൊണ്ട് ഒരു 90 ദിവസം എല്ലാ വർഷവും നിങ്ങൾ ഈ ഒരു 90-ഡേ ഗെയിം പ്ലാൻ കളിച്ച് 5 കൊല്ലം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാൻ പറ്റിയാൽ ലെജൻഡറി സ്റ്റാറ്റസ്, കാരണം നിങ്ങളെ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരാളായി മാറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വരുമാനം. Absolute legend in network marketing. Many of the top earners in network marketing only did one 90-day game plan. പല ടോപ്പ് ഏണേഴ്സും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. They've been coasting, managing it ever since. So what is that? Would that surprise you that one 90-day അതിനുശേഷം വെറുതെ ടീമിനെ കോച്ച് ചെയ്യുകയും മാനേജ് ചെയ്യുകയും മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. burst, one 90 days where your life is out of balance, a year can create financial freedom? The answer is it can. And see if this is something that might be a clue or a key or a breakthrough for you having the best next year of your life. ആലോചിച്ച് നോക്കുക, അദ്ദേഹം തന്നെ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ ചോദിക്കുമായിരിക്കും എന്നോട്, വെറും 90 ദിവസം മാത്രം പണിയെടുത്തിട്ട് ശിഷ്ടകാലം മുഴുവൻ സുഖമായിട്ടിരിക്കാമെന്നാണോ അദ്ദേഹം അങ്ങ് പറയുന്നത്? സത്യത്തിൽ അതെ എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാനത് പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, വലിയൊരു ബ്രേക്ക് ത്രൂ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നോക്കൂ, ഞാനൊരു 90 ദിവസം മാത്രമാണ് വർക്ക് ചെയ്തത്. ഇന്നിപ്പോ 2700 ചില്ലാൻ ആളുകൾ എന്റെ ടീമിലുണ്ട്. ഇപ്പോ ഇതിനോടകം മുഴുവൻ ഞാൻ ചെയ്തതല്ല, ആദ്യത്തെ 90 ദിവസത്തെ വർക്കിൽ നിന്നും വിരിഞ്ഞതാണ് ഇത് മുഴുവൻ. If you're ready for a breakthrough, if you're ready for massive growth, if you're ready, then you got to put together a strategy for your 90-day game plan. Hope you're ready for a 90-day game plan. Hope you decide to become a network marketing professional. Hope you decide to go pro, because it is a stone cold fact that we have a better way. Now, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ഏറ്റവും മികച്ച ലോകത്തെ ഏറ്റവും നല്ല കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് 90-ഡേ ഗെയിം പ്ലാന്റെ കാര്യം. ഇത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ദീപക് ബജാജ് പറയുന്ന 90-ഡേ ഗെയിം പ്ലാനും നിങ്ങളോട് ഞാൻ ജസ്റ്റ് ഒന്ന് പങ്കുവെക്കുകയാണ്. You want to drive the bottom of that, like you want to fire the bottom ताकि वो पूरी की पूरी ऑर्गेनाइजेशन में आप डेप्थ में कुछ बड़ा मोमेंटम लेके आना चाहते हैं ताकि पूरी ऑर्गेनाइजेशन में मोमेंटम आ जाए, और देयर इज सम एक्स्ट्रा वॉल्यूम इज रिक्वायर्ड बिकॉज हमें कुछ कॉन्टेस्ट अचीव करना है या कोई नया रैंक करना है या आपने कुछ पर्सनल टारगेट ले लिया या आई नो ഒരു കോണ്ടസ്റ്റ് അച്ചീവ് ചെയ്യാനോ ഒരു റാങ്കിലേക്ക് എത്താനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ 90-ഡേ ഗെയിം പ്ലാൻ വരുന്നത്. അപ്പൊ അത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കോണ്ടസ്റ്റ് അച്ചീവ് ചെയ്യാൻ മാത്രമല്ല നടക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. ഇത് രണ്ടായിട്ട് തിരിക്കുകയാണ്. पर्सनली आई वाज आल्सो वन ऑफ देम. हम साल में एक बार ये मोमेंटम ऑन डिमांड का 90 डेज का गेम करते ही करते थे, और ये जो सारी सिचुएशंस मैंने बताई आपको, इन सब में आपको एक ही चीज चाहिए, एंड दैट इज मोमेंटम ऑन डिमांड. हमें मोमेंटम चाहिए, हमारी मर्जी से हम मोमेंटम क्रिएट करना चाहते हैं, एंड ऑफ कोर्स इट टेक्स टाइम माय डियर फ्रेंड. यू कैन डू इट इन 1 or 2 weeks. एंड व्हेन आई से मोमेंटम आई सिंपली मींस लाखों करोड़ों रुपए का बिजनेस हम उस ऑर्गेनाइजेशन से बहुत कम समय में निकाल के लेने वाले हैं. तो अगर इतना बड़ा काम चाहिए तो इट कैन नॉट हैपन इन 1 or 2 weeks. वी नीड एटलीस्ट 3 months टाइम फॉर दैट. तो 3 महीने या तो फिर 90 दिन इट्स अ गुड लॉन्ग इनफ पीरियड इफ यू वांट टू बिल्ड मोमेंटम अक्रॉस डेप्थ एंड
and width of your team. And I've tried so many different ways. Trust me on this. 13 years, 8 lakh people. I don't know how many cities, villages, towns, metros we are doing the business. बहुत चीजें हमने ट्राई करी, लेकिन ये एक फॉर्मूला है जो 90 दिन का सेट फॉर्मूला है जो हमने बार बार ट्राई किया. एंड एवरी टाइम वी ट्राइड इट, इट सीम्ड टू वर्क मैजिक फॉर अस. और ना सिर्फ मेरे लिए बल्कि मेरी टीम के बहुत सारे और लीडर्स ने इस फॉर्मूला का यूज किया एंड दे गॉट मोमेंटम ऑन डिमांड इन 90 डेज. आज मैं चाहता हूं आप इस मोमेंटम ऑन डिमांड के इस 90 डे गेम प्लान के प्रिंसिपल्स को, फाउंडेशंस को समझ लें. और अगर आपको कभी इसमें कुछ चेंजेस करने हो, आपको कुछ भी एडजस्टमेंट्स करनी हो, आपको 90 दिन से कम कुछ दिन चाहिए, ज्यादा चाहिए, जो आप करना चाहें वो कर लें. बट आई वांट टू गिव यू एग्जैक्ट प्रोसेस एज इट इज दैट आई हैव फॉलोड एंड आई एम गिविंग टू यू इन एज मच डिटेल एज रिक्वायर्ड इन दिस लेसन टुडे. और देयर आर 6 अंडरलाइंग प्रिंसिपल्स फॉर दिस 90 डे गेम प्लान. नंबर 1 इज मैसिव न्यू रिक्रूटमेंट. इन 90 दिनों में हम क्या क्या करते हैं वो आप समझ लीजिए. हम बड़ा रिक्रूटमेंट करते हैं, वी डू मैसिव न्यू रिक्रूटमेंट. इसके अलावा എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഈ 90 ദിവസം കൊണ്ട് എന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ടത്? 45 ദിവസം 45 ദിവസമായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് ഇവിടെ അത് ആവശ്യമാണ്. ഇപ്പൊ റിക്രൂട്ട്മെന്റിന് ഏറ്റവും കൂടുതൽ പണം തരുന്ന കമ്പനി IMC ആണ്. ഒരാൾക്ക് കൃത്യമായിട്ട് സർവേ നടത്തിയിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് 30% ആ റിക്രൂട്ട്മെന്റിന്റെ ആ BVയുടെ 30% ആൾക്കുണ്ട്. നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആയി 12 ടീമുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ നിങ്ങൾ ഒരാളെ സ്പോൺസർ ചെയ്യുന്നതിന് മാത്രം 50% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. ആലോചിച്ച് നോക്കുക. ആ മാസീവ് റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ ടീം വലുതാവാൻ വേണ്ട. അതിന് ഏറ്റവും കൂടുതൽ പണം കൂടി നമുക്ക് തരികയാണ്. ശമ്പളം തരുന്ന പോലെ തരുന്ന കമ്പനിയാണ് IMC. we do massive activity 90 days के दौरान, like massive activity programs, home meetings, group meetings, Zoom calls, this, that, everything we do. And then we do a lot of training and development for new recruits ताकि वो active independent leaders की तरह खड़े हो पाएं. Then whole team follows one single system for working. ये पूरे 90 दिनों के दौरान, वैसे तो throughout life you need to do it, but in 90 दिनों में हम system की बात दोबारा से പറഞ്ഞ കേട്ടോ. അതായത് ഇത് ചാവണ വരെ ചെയ്യണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ കേട്ടോ. ഇത് ഇവരെല്ലാരും പറയുന്ന ഒരു കാര്യമാണ്. മരണം വരെ ഇത്രയും സ്ട്രെയിൻ നിങ്ങൾ ചെയ്യണ്ട, പക്ഷെ ഒരിക്കൽ നിങ്ങൾ ചെയ്താൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് സൂഹിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. कुछ नहीं करते हैं. Then we do stage recognition of new achievers. We want to take them to next level, and we want to create big breakthrough achievements. Big breakthrough achievements, new cars, new ranks, special contest achievement, big income. और ये सारा हम कितने दिन में करना चाहते हैं? 90 days, madam. 90 ദിവസത്തിൽ കളി തീർക്കണം. നിങ്ങൾ റൂബിയായി മാറണം. അതാണ് ഇവിടെ 36 പേരുള്ള ഒരു സാധനം ആക്കാൻ ഒരാൾ ശ്രമിച്ചാൽ 90 വേണ്ട. നമുക്കുമായി നമ്മുടെ ടീമിലെ ആളുകൾ വേണമെങ്കിൽ എത്തിക്കാൻ പറ്റും, ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ. ഒരു സംശയം വേണ്ട കാര്യത്തില്. IMC ആണ് ഏറ്റവും ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് ഇത്രയും വോളിയം ഉണ്ടാക്കി, ഇത്രയും റാങ്ക് ഉണ്ടാക്കി, ഇത്രയും വരുമാനം കിട്ടുന്ന ഏക സ്ഥലം. സോ ആലോചിച്ച് നോക്കുക. നമ്മൾ നമ്മുടെ ടീം അംഗങ്ങൾ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരും ഈ തവണ ഫോറിൻ ട്രിപ്പ് അച്ചീവ് ചെയ്താൽ ഈ ആളുകളുടെ കമ്മിറ്റ്മെന്റ് ലെവൽ എത്ര ഉണ്ടാവും? നമ്മുടെ ടീമിലെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് കമ്മിറ്റ്മെന്റ് ലെവൽ എത്ര ഉണ്ടാവും? അവർ ഇട്ടിട്ട് പോകുമോ? ഒരിക്കൽ അച്ചീവ് ചെയ്താൽ പിന്നെ ഈ ഫോറിൻ ട്രിപ്പുകൾ പരമ്പരയായിട്ട് വന്നുകൊണ്ടിരിക്കുക എല്ലാ വർഷവും. കാരണം നിങ്ങൾക്ക് ആ സ്ട്രക്ചർ വന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഒരിക്കൽ മാത്രമുള്ള കഷ്ടപ്പാടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും പോകുന്ന ആൾക്കാർ നോക്കിക്കോളും. നിങ്ങൾ ഏത് കമ്പനി എടുത്ത് നോക്കിക്കോളൂ, പോകുന്ന ആൾക്കാർ പോയിക്കൊണ്ടേയിരിക്കണ്ടാവും. വരുമാനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണ്ടാവും. കാരണം അവർ ആ സ്റ്റേജ് കഴിഞ്ഞതാണ്. ആ ത്രഷോൾഡ് ചാടിയവരാണ്. We want to achieve all of it within 90 days because speed and achievement together will make you a brand. और ये सारा സ്പീഡും അച്ചീവ്മെന്റുമാണ് നിങ്ങളെ ബ്രാൻഡാക്കി മാറ്റുന്നത്. നമുക്കൊക്കെ ഒരു ബ്രാൻഡ്, നമ്മൾ സ്പീഡും അച്ചീവ്മെന്റുമാണ് നമ്മളെ ബ്രാൻഡാക്കി മാറ്റുന്നത്. അല്ലാതെ എന്നും നമ്മൾ റൺവേയിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് ടേക്ക് ഓഫ് ആവില്ല. ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ റൺവേയുടെ പോയിക്കൊണ്ടിരുന്ന ഒരിക്കലും ടേക്ക് ഓഫ് ആവില്ല. ആ സ്പീഡ് എടുത്താൽ മാത്രമേ മുകളിലേക്ക് പോകുള്ളൂ. जो हम कर रहे हैं वो किस लिए कर रहे हैं? आपके पास स्टेबिलिटी आनी चाहिए, मोमेंटम आना चाहिए, बड़ी इनकम आना चाहिए, बड़ा रैंक आना चाहिए, एंड यू शुड बिकम अ ब्रांड. ये जो 90 दिन का पीरियड है ना, इसको हम 2 फेज में डिवाइड करेंगे, फेज 1, फेज 2, और ये दोनों करीब 45 दिन के हैं. आई एम गिविंग यू अ ब्रॉड क्लासिफिकेशन. आफ्टर दैट यू कैन फाइंड आउट एंड फाइन ट्यून फ्यू डेज हियर एंड देयर. फेज 1 के बारे में अगर मैं आपसे बोलूं तो फेज 1 इज 45 डेज. सो डे 0 से लेके 45 दिन तक चलेगा. और इसमें क्या काम है? हमारा मेन गोल क्या है? इस addition of new leaders in our business, addition of new distributors, and existing team में जितने भी लोग हैं उन सबको हम पार्टिसिपेट कराना चाहते हैं. गोल बहुत सिंपल और सरल है. we want massive recruitment, big numbers of जितना काम लोग 6 महीने में करते हैं उतना काम हम 1 महीने 1.5 महीने में करने चाहिए. and we will end this phase 1 with one big training and recognition event. और इस 45 दिन की लास्ट
लास्ट में 45वें दिन हम करेंगे एक बड़ा ट्रेनिंग इवेंट, और इस दौरान फोकस किस पे है? रिक्रूटमेंट पे है, ट्रेनिंग पे है, टूल्स के यूज पे है और नए लोगों को सिस्टम सिखाने पे है. सो दिस इज फेज 1. नाउ फेज 2 इज मल्टीप्लीकेशन. फेज 1 था एडिशन, फेज 2 है मल्टीप्लीकेशन. 45 दिन चलेगा. नए एसोसिएट जो फेज 1 में हमें मिले वो हमारा फोकस है फेज 2 की. मैसिव रिक्रूटमेंट इस बार भी हम करेंगे और हम इसको एंड करेंगे, क्लोज करेंगे एक बड़े रिकॉग्निशन इवेंट के साथ. बिग मैसिव रिकॉग्निशन इवेंट एंड विल ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഇത് ചെയ്തിരുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ കഴിഞ്ഞു. ജൂണിൽ നമ്മൾ എറണാകുളത്ത് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു റിക്കഗ്നിഷൻ ഇവന്റ് RIS എന്ന് പറയുന്ന ഒരു ഇവന്റ് കമ്പനിയുടെ സംഘടിപ്പിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഈ ഫോർമുല അനുസരിച്ച് ചെയ്ത് വിജയിച്ച ഒരാളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതാ 2ാമത്തെ വർഷം തുടങ്ങിയിരിക്കുന്നു. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഏറ്റവും മികച്ച കോൺടെസ്റ്റുകളിൽ കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന സാഹചര്യം ഇതാണ്. ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ഫോറിൻ ട്രിപ്പ് വരെ കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേരുണ്ടാവുന്ന, നിങ്ങൾ ആ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന ആലോചിച്ച് നോക്കുക. നിങ്ങൾ അച്ചീവ് ചെയ്തിരുന്നു, ഈ പറഞ്ഞ അച്ചീവ്, നിങ്ങൾ എത്ര പേര് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് വീട്ടിലെ റെസ്പെക്ട് മാറും, നിങ്ങളുടെ നാട്ടിലെ റെസ്പെക്ട് മാറും, നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിലെ ആളുകൾ നിങ്ങളെ നോക്കുന്ന രീതി മാറും, നിങ്ങളെ നോക്കിയ ആളുകൾ വരും, നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും ഫേസ്ബുക്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. ഇതാണ് ഇതിന്റെ ഫോർമുല. ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാനേ പറ്റുള്ളൂ. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും 90 ദിവസം മനവും ശരീരവും മനസ്സൊക്കെ അർപ്പിച്ച് ചെയ്യാൻ. lot of recruitment, but along with that we'll do a lot of big income for leaders, achievement for leaders and training for leaders. तो ये 2 फेज में हमने 45 दिन में डिवाइड कर दिया. और अब मैं आपको बताऊंगा. സോ ഇതാണ് ഇതിന്റെ ഒരു രീതി. നമ്മൾ അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ അതിന്റെ ഒരു പ്രാരംഭ വർക്കുകൾ നമ്മൾ തുടക്കം തന്നെ തുടങ്ങി. ഫെബ്രുവരിയിലാണ് നമ്മൾ ബിസിനസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. 2500 പേഴ്സണൽ BV ചെയ്യുന്ന ബിസിനസ് ക്ലബ്ബ്. ആളുകൾക്ക് വരുമാനം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമല്ല, സ്കില്ലില്ലാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ടൂൾസും സിസ്റ്റവും പ്രോസസ്സും കൊണ്ടുവന്നുള്ള ബിസിനസ് ക്ലബ്ബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് ക്ലബിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ജസ്റ്റ് കുറച്ച് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ അവതരിപ്പിക്കാം. ബിസിനസ് ക്ലബ്ബ് എന്തിനാണ്? വാട്ട് ഈസ് ദ റീസൺ? ഇതൊരു ലീഡർഷിപ്പ് ഇൻക്യുബേറ്റർ ആണ്. ലീഡർഷിപ്പ് അവിടെ നമ്മൾ ലീഡർഷിപ്പ് ഫാക്ടറി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ ലീഡർഷിപ്പിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള നമ്മൾ ചെയ്യാണ്. അപ്പൊ ഒരു ക്രൗഡായിട്ട് ഇവിടെ കുറെ പേരെ കാണാം. പക്ഷെ ഇവിടെ കുറച്ച് യൂണിഫോം ഉള്ളവരൊക്കെ നിങ്ങൾക്ക് കാണാം. കാരണം കുറച്ച് വ്യത്യസ്തരാണ് അവർ, ആണല്ലോ. ഇവരെക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തരാണ് വലതുവശത്തുള്ളവർ. അവർക്ക് കുറച്ചൊരു യൂണിഫോമിറ്റി ഉണ്ട്, അവർ സീരിയസ് ആണ്. ഇവിടെ നിങ്ങൾ ഇടതുവശത്ത് കാണുന്ന ആൾക്കാരുടെ ഒരു മീറ്റിംഗ് നിങ്ങൾ കാണാം. ഇവിടെ വലതുവശത്തും കുറെ ആൾക്കാർ മീറ്റിംഗ് ഇരിക്കുന്നുണ്ടാവും. ഈ എൻവറോൺമെന്റിൽ ഏതാ ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഏതാ സീരിയസ് ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ അന്തരീക്ഷത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു പോകുന്നതും ഇവിടെ ഇരുന്ന് വളരെ സീരിയസ് ആയിട്ടിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഡെവലപ്പ് ആയി വരുന്നത്. നിങ്ങൾ ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഏതെങ്കിലും ചോക്കുള്ള മുറിയിൽ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞ് വർത്തമാനം പറയുന്നത്, ഇങ്ങനെ ഒരു ബോർഡ് റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നത് തമ്മിൽ ആനയാട് പോലത്തെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ആരായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക. പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന. അപ്പൊ ഒരു ക്രൗഡിനും ഒരു കോർ ടീമിനും വ്യത്യാസമുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളുടെ 80% ബിസിനസ്സും വരുന്ന 20% ആൾക്കാരിൽ നിന്നായിരിക്കും. 100 പേര് നിങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ നിങ്ങളുടെ 80% ബിസിനസ്സും വരുന്ന ആ 20% ആൾക്കാരിൽ നിന്നായിരിക്കും. അപ്പൊ ക്രൗഡ് എപ്പോഴും കളി കാണുന്നവരാണ്. കോർ ടീം എന്ന് പറയുന്നത് കളിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഉള്ളത് എന്താണ്? നിങ്ങളൊരു ബിസിനസ് ബിൽഡർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊരു ബിസിനസ് ടീമിന്റെ ഭാഗമായിട്ട് വരും, ആ കൾച്ചറിന്റെ ഭാഗമായിട്ട് വരും, സീരിയസ് പ്ലേയേഴ്സിന്റെ ഒപ്പം വരും. അവരുടെ ആവറേജ് ആയിരിക്കും നിങ്ങൾ ആരുടെ കൂടെയാണോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂടുതൽ നടക്കുന്നത് അയാളെ പോലെ ആവും നിങ്ങൾ. അപ്പൊ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകള് നിങ്ങളുടെ മേഖലയിലെ ഏറ്റവും മികച്ച ആളുകളിൽ ഒരാളാണെങ്കിൽ നിങ്ങൾക്കും അതാവാൻ സാധിക്കും. അതാണ് അതിന്റെ കാര്യം. ഇപ്പൊ ക്രൗഡ് ഇങ്ങനെ ചെതറിപ്പോയി അവിടെ ഇവിടെയും പോയി കിടക്കും. ഇൻഡിവിജ്വൽ ഗോളുകളായിരിക്കും. അവർക്ക് ഒരിക്കലും ഒരു മീറ്റിംഗിൽ വരാൻ പറഞ്ഞാൽ വരില്ല. കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല. അതൊന്നും ആവശ്യമില്ല അവർക്ക്. അവരൊക്കെ പറയും എനിക്ക് ഫ്രീഡത്തിന് വന്ന ഫ്രീഡം എന്ന് പറഞ്ഞാൽ തോന്നിവാസം കാണിക്കലല്ല, ഡിസോർഗനൈസ്ഡ് ആയിട്ടിരിക്കലല്ല, സഹകരിക്കാതിരിക്കലല്ല, ഇൻഡിവിജ്വൽ ഗോള് മാത്രം പോയി മനസ്സിൽ കൊണ്ട് നടക്കുന്നതല്ല. അത് ക്രൗഡിന്റെ ലക്ഷണമാണ്. ടീം എന്ന് പറയുമ്പോൾ ഷെയർഡ് ആയിട്ടുള്ള ഗോള്. എനിക്ക് റൂബി ആവണമെങ്കിൽ ഇന്ന ആള് സൂപ്പർ സ്റ്റാർ ആവണം, അവനെ സൂപ്പർ സ്റ്റാർ ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവന്റെ സൂപ്പർ സ്റ്റാർ എന്റെ റൂബി ഒരുമിച്ച് നടക്കും. ആ രീതിയിലാണ് അതിന്റെ വർക്ക് നടക്കുന്നത്. ഓർഗനൈസ്ഡ് ആയിരിക്കും, വർക്കിംഗ് ടുഗദർ ആയിരിക്കും, ഷെയർഡ് ആയിരിക്കും. അപ്പൊ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പെരുമാറുന്ന 5 പേരുടെ ആവറേജ് ആയിരിക്കും. അവരുടെ ആവറേജ് വരുമാനം നിങ്ങൾക്ക് കിട്ടുള്ളൂ, അവരുടെ ആവറേജ് ചിന്താഗതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ, അവര് എന്താണോ അതിന്റെ പകുതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഉറപ്പാണ് അത്. അപ്പൊ നെഗറ്റിവിറ്റി സോണിൽ വീഴാതിരിക്കുക, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ ഒപ്പം നിൽക്കുക, പെർഫോമേഴ്സിന്റെ ഒപ്പം എപ്പോഴും നമ്മൾ സറൗണ്ടഡ് ആവാനായിട്ട് നിൽക്കുക.
ഇത് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിന്നാൽ ഇത് സീരിയസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളുടെ ഒപ്പം നടന്നാൽ കോഴിയായി മാറും. നിങ്ങൾ താഴേക്ക് മറ്റേ ഇത് കുത്തി കുത്തി നടക്കില്ലേ, ഞാഞ്ഞൂലിനെ തപ്പി നടക്കുന്ന ആളെയാണ് കോഴി എന്ന് പറയുന്നത്. പരുന്ത് എവിടേക്കാ നോക്കുന്നത് നോക്കും, മുകളിലേക്കാ നോക്കുന്നത്. മേഘങ്ങളുടെ മുകളിലാണ് പരുന്ത് പറക്കുക. മഴ പോലും പരുന്തിന് പ്രശ്നമല്ല. മേഘങ്ങളുടെ മുകളിൽ പറക്കും പരുന്ത് മഴ താഴെ പോകുന്ന ആസ്വദിച്ചുകൊണ്ട്. ഒരു കോഴിക്കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കോഴി എപ്പോഴും ചുറ്റുവട്ടത്തുള്ള ഞാഞ്ഞൂലിനെ കൊത്തി നടക്കുകയുള്ളൂ, വലുതായിട്ട് കാണില്ല. നിങ്ങൾ കുറെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് അലറുന്ന ഒരു കടുവയെ നിങ്ങൾക്ക് കാണാം, കോഴിക്കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ഒരു പരുന്തിനെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ കുറെ കഴിയുമ്പോൾ ഇവരെ പോലെ ആയി മാറണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പവർ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആരുമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പം നിങ്ങൾ നിന്നാൽ നിങ്ങൾ എക്സൈറ്റഡ് ആണ്. ഇവിടെ മെന്റർഷിപ്പ് ഉണ്ട്, ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് സക്സസ് ആയിട്ടുള്ള, അവർ നിങ്ങളെ സഹായിക്കും അഡ്വാൻസ് സ്ട്രാറ്റജി പ്ലാനിങ്ങിലും. അതുപോലെ കമ്പനി അപ്ഡേറ്റ്സ്, നമ്മുടെ മാനേജ്മെന്റിലുള്ള നമ്മുടെ മണികണ്ഠൻ സാറൊക്കെ ഈ പ്രോഗ്രാമിന് വളരെ സീരിയസ് ആയിട്ട് വന്ന എല്ലാവരുമായിട്ട് നേരിട്ട് അദ്ദേഹം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ഗൈഡൻസ് മുകളിലേക്ക് വരാനായിട്ട് കൊടുക്കുന്ന സ്ഥലമാണ്. അവനവനെ തന്നെ ഉളികൊണ്ട് ചെത്തിയെടുക്കുന്ന രീതിയിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ പ്രോഗ്രാമിന് ലോഗിൻ ചെയ്യണം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന്റെ ഭാഗമാവണം. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും തൃശ്ശൂർ വന്നിട്ട് ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമിന് നമ്മൾ പങ്കെടുക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനകത്ത് തന്നെ വർക്ക് ചെയ്യും, ഇതിനകത്ത് നമുക്ക് വിജയം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവണമെന്നല്ല ലീഡർമാർ, അവരെ നമ്മൾ അതിനുള്ള ശരിയായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്ത് ഇൻക്യുബേറ്റ് ചെയ്ത് വെള്ളം ഒഴിച്ച് വലുതാക്കുന്നതാണ്. ഒരു പരുന്ത് ഉണ്ടാവുന്നതിന് മുമ്പ് ആ മുട്ടകൾ പ്രോപ്പറായിട്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടും ട്രെയിൻ ചെയ്തും ടെസ്റ്റ് ചെയ്യപ്പെട്ടും തന്നെയാണ് പരുന്ത് പറക്കുന്നത്. അല്ലാതെ അതിനു മുമ്പ് പ്രോപ്പറായിട്ടുള്ള എൻവറോൺമെന്റ് ഇല്ലായിരുന്നെങ്കിൽ ആ മുട്ടയ അവസ്ഥയിൽ തന്നെ അത് തട്ടിപ്പോകും. ഇപ്പൊ ലീഡർഷിപ്പ് ഇൻക്യുബേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ടിസിപ്പന്റ്, വെറും ഒരു കാഴ്ചക്കാരിൽ നിന്ന് അയാളെ ഒരു ലീഡറാക്കി കൺവെർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരു കൽക്കരിയെ നമ്മൾ പ്രഷർ കൊടുത്തും മർദ്ദം കൊടുത്തും ചൂടടിപ്പിച്ചും അത് ഡയമണ്ടായി മാറണം. രണ്ടും ഒന്ന് തന്നെയാണ്. കൽക്കരിയും കാർബണാണ്, ഡയമണ്ടും കാർബണാണ്. ഈ കൽക്കരിയിൽ നിന്ന് ഒരു ഡയമണ്ടിലേക്കുള്ള മാറ്റം വരുത്താൻ ആവശ്യമായിട്ടുള്ള പബ്ലിക് സ്പീക്കിങ്ങും പ്രസന്റേഷനും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ലേണിംഗ് ടു ലീഡ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ശരിയായിട്ടുള്ള ഒരു ലീഡറായി മാറാൻ ഒരു വ്യക്തിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് മാത്തമാറ്റിക്സ് ഓഫ് ഫ്രീഡത്തിലുള്ള 2500 പേഴ്സണൽ ബേബി 12 പേരാകുമ്പോഴേക്കും നിങ്ങൾ 30,000 ആവുന്നു, സൂപ്പർ സ്റ്റാർ ആവുന്നു. 36 പേരാകുമ്പോഴേക്കും നിങ്ങൾ റൂബി ആവുന്നു, കൂടെയുള്ളവരെ റൂബി ആക്കുന്നു. നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങളിൽ നിന്ന് തുടങ്ങും, അത് നിങ്ങളുടെ ടീമിലേക്കും കൊടുക്കാൻ സാധിക്കും. അപ്പൊ 100% പ്രൊഡക്റ്റ് യൂസ് ആവുക എന്നുള്ളതാണ്. വെറും വോളിയം ഉണ്ടാക്കലല്ല, ശരിയായ യൂസറായി മാറുക. നമ്മൾ ഉപയോഗിക്കാത്ത സാധനം വിൽക്കാതിരിക്കുക, അതാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ഓഫ് എ ലീഡർ എന്ന് പറയുന്നത് തന്നെ. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും നമ്മൾ വേറൊരാളോട് ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ ഡിസിപ്ലിൻ ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗോൾസ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ്. ലക്ഷ്യം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റും, പക്ഷെ ഡിസിപ്ലിൻ ഉണ്ടെങ്കിലേ അത് നേടിയെടുക്കാൻ കഴിയും. ഇപ്പൊ 2500 BV എന്ന് പറഞ്ഞാൽ 6000 രൂപ 8000 രൂപയുടെ സാധനം ഡിസിപ്ലിന്റെ കസ്റ്റമറായി മാറുക. സോപ്പ്, പേസ്റ്റ്, കോഫി, ടീ, റൈസ് ബ്രാൻ ഓയിൽ, ഡിറ്റർജൻസ്, ഫ്ലോർ, ടോയ്ലറ്റ്, ഇതൊക്കെ ഉണ്ട്. റെഗുലർ വെൽനസ് പ്രൊഡക്ട്സ് ഉണ്ട്, പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ്, ലിപ്പിഡ്സ്, ആന്റി ഓക്സിഡന്റ്, സകല സാധനങ്ങൾ നമുക്കുണ്ട്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമറായിട്ട് ആദ്യം മാറുക, അത് കഴിഞ്ഞൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള റീറ്റെയിലർ ആവുക. നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ, നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ, നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ ഒരു 8-9 കസ്റ്റമറുമായിട്ടൊന്ന് ഒരു ഷെയർ ചെയ്ത് അവരെ കൊണ്ടും 600-800 രൂപയുടെ സാധനം വാങ്ങിപ്പിക്കാൻ പറ്റിയാൽ നിങ്ങൾ ഒരു 2500 പേഴ്സണൽ BV ഉള്ള അഭിമാനമുള്ള ഒരു ബിസിനസ് ബിൽഡർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. സ്കിൽ ആവശ്യമുള്ളൂ. ഇന്റഗ്രിറ്റി, കമ്മിറ്റ്മെന്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അക്കൗണ്ടബിൾ ആവുക എന്ന് പറയുന്നതാണ് ഏറ്റവും. അപ്പൊ സ്ട്രിക്ട്ലി ഡംപിങ് ചെയ്യല്ല, ഇത് ഡംപ് ചെയ്യുന്ന സ്ട്രാറ്റജി അല്ല, ഇതൊരു വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. റിയൽ ആയിട്ടുള്ള യൂസേജും ജെനുവിൻ റീറ്റെയിലിംഗ് വഴി നമ്മുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യലാണ്, അല്ലാണ്ട് ഡംപിങ് പരിപാടികളെ ഇല്ല. അപ്പൊ ലോങ് ടേം സക്സസ് റിക്വയർസ് ഓണസ്റ്റ് വർക്ക്. ഇപ്പൊ റെസ്പെക്ട് കൊടുക്കുക, ആളുകൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, പ്രഷർ എപ്പോഴും അവരെ തകർക്കുന്നു മനസ്സിലാക്കുക. പ്രഷർ കൊടുത്തിട്ടല്ല അത് ചെയ്യേണ്ടത്. നമ്മളിത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് പോവുക. 10-ാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാവരും 2500 പേഴ്സണൽ BV ചെയ്യാൻ പാകത്തിനുള്ള കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മൊമെന്റം മേക്കറായി മാറുക. ചെറിയ ചെറിയ ഡിസിപ്ലിനുകൾ വഴി വലിയ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദ്യം പറയാനും ചോദിക്കാനും പറയാനും ഉള്ള ഒരു സാഹചര്യം സ്വയം സൃഷ്ടിക്കുക. നമ്മൾ ചോദിക്കാനും പറയാനും അതിനുള്ള ബഹുമാനം കാണിക്കുക. അപ്ലൈൻ ആണെങ്കിലും ഡൗൺലൈൻ ആണെങ്കിലും ചോദിക്കാനും പറയാനായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചർ ഇല്ലെങ്കിൽ എല്ലാവരും ചെതറിപ്പോവും. അതാണ് മനസ്സിലാക്കുന്നത്. ഓരോ ഇഷ്ടിക വെക്കുമ്പോഴും ഓരോ വ്യക്തികൾ വരുന്തോറും നമ്മുടെ ഒരു വലിയ ബിൽഡിങ്ങിലേക്കുള്ള ഇഷ്ടികയാണെന്ന് വിചാരിച്ച് ഓരോ ഇഷ്ടികയും വളരെ ശ്രദ്ധിച്ച് വെക്കണം എന്ന് പറയുന്ന പോലെയാണ് ഓരോ വ്യക്തിയും ടീമിലേക്ക് വരുന്നവരെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക.
കൺസിസ്റ്റൻസിയാണ് ചെയ്യേണ്ടത്. ഒരു ദിവസം ഇരുന്നിട്ട് എല്ലാം കൂടി പൊക്കാൻ നോക്കലല്ല, ചെറിയ ചെറിയ വെയിറ്റ് ഡെയിലി എടുത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ചെറിയ ചെറിയ തുള്ളികൾ എല്ലാ ദിവസവും ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ ആ തുള്ളി വീണ് വലിയൊരു മരമായി മാറും. അതുപോലെ ചെറിയൊരു തുള്ളി വീണ് വലിയൊരു പാറ പോലും ബ്രേക്ക് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കും. വെള്ളത്തുള്ളിയാണ് ഒരു വലിയ പാറയെ പോലും ബ്രേക്ക് ചെയ്യുന്നത്. സ്ഥിരമായി വീഴ്ത്തുക എന്നുള്ളതാണ്. സ്ഥിരം ട്രാക്കിലുള്ളവൻ റിസൾട്ട് കിട്ടും. മഴ പെയ്താലും വെയിൽ വന്നാലും ഇടിമിന്നൽ വന്നാലും കൊടുങ്കാറ്റ് വന്നാലും റെയിലും മേക്കടെ കൃത്യമായി പോകുന്ന ആൾക്ക് എത്താൻ സാധിക്കും. വെൽക്കം ടു ദ എലൈറ്റ് സർക്കിൾ, ഡിസൈഡ്, കമ്മിറ്റ് ആൻഡ് സക്സീഡ്. ഇതാണ് നമ്മള് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ,